നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യമായ കായിക വിനോദമാണ്. നമ്മുടെ സ്വന്തം കായിക വിനോദം, നമ്മുടെ മണ്ണിൻ്റെ കായിക വിനോദം, നമ്മുടെ മണ്ണിൽ ഉയർക്കൊണ്ട വിനോദം. പൊങ്കലിനോടനുബന്ധിച്ച് ജല്ലിക്കെട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ചെറുപ്പക്കാർ സ്വയം കണ്ടെത്തി തയ്യാറാക്കിയ ഒരു കായിക വിനോദമാണ് കബഡി. ഇന്ത്യ മുഴുവൻ ഈ കായിക വിനോദം വികസിച്ച് പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഇറാൻ, ഇംഗ്ലണ്ട് അങ്ങനെ 32 രാജ്യങ്ങളിൽ നമ്മുടെ കബഡി പ്രചാരത്തിലെത്തിയിരിക്കുന്നു. ഇന്ത്യൻ കബഡി സംഘം അമേച്ചർ കബഡി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 1950-ആം ആണ്ടിൽ ആരംഭിച്ചു. കബഡി കളമെന്ന് പറഞ്ഞാൽ കളത്തിന് 10-13 മീറ്ററാണ് അളവ്. ഏകദേശം 1400 ചതുരശ്ര അടി പരന്ന നിലത്തിൽ മരപ്പൊടി, ചകിരിനാര്, മണൽ നിരത്തി സുരക്ഷിതമായി കളിച്ചുവന്ന ഈ കബഡിക്കളി ഇന്ന് പ്രോ കബഡി ലീഗ് എന്ന ദേശീയ അംഗീകാരം ലഭിച്ച കളിയായി മാറിയിരിക്കുന്നു. ബെർലിൻ ഒളിമ്പിക്സ്, ഏഷ്യ ഒളിമ്പിക്സ്, ലോകകപ്പ് കബഡി, അങ്ങനെ നമ്മുടെ ഈ കബഡി കളി ലോകം മുഴുവൻ പ്രശസ്തമായിരിക്കുന്നു. ഈ സെൻട്രൽ ലൈന് മുമ്പായിട്ട് കബഡി കബഡി എന്ന് പറഞ്ഞു പോകണം. നിന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും നോക്കണം. അങ്ങനെ കബഡി കബഡി എന്ന് പറഞ്ഞു പോയി ഫസ്റ്റിലെ കാണുന്ന ഈ ലൈനിൽ കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് മറ്റേ കാല് പൊക്കണം. ഈ ഫസ്റ്റ് ലൈനിൽ നിനക്ക് തൊടാൻ പറ്റാതെ വന്നാൽ നീ ഔട്ടായി വെളിയിൽ പോയിരിക്കണം. ഈ സെക്കൻഡ് ലൈനിൽ നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്കൊരു ബോണസ് പോയിന്റ് ലഭിക്കും. അതുപോലെ ഈ കൈ കൊണ്ടോ കാലുകൊണ്ടോ തൊട്ടിട്ട് വന്നാലും നിനക്കൊരു പോയിന്റ് കിട്ടും. മനസ്സിലായോ? ആ, സപ്പോസ് നീ ഇങ്ങനെ കബഡി കബഡി എന്ന് പറഞ്ഞു പോയി നീ ഇങ്ങനെ കാല് വെക്കുമ്പോൾ അവരിങ്ങനെ നിന്നെ പിടിച്ചു നിർത്തിയാൽ അവർക്ക് പോയിന്റ് കിട്ടും. നീ ഔട്ടായി വെളിയിൽ പോയിരിക്കണം. മനസ്സിലായോ? ആ, ഇനി കബഡി പറഞ്ഞു പോ. ധൈര്യമായിട്ട് പറഞ്ഞു പോ. എന്റെ പേര് മുകുന്ദാനന്ദ്. ഞാനൊരു കബഡി പ്ലെയറാണ്. എന്റെ നാട് ഒറ്റൻചത്രം. ബോണസ് ലൈനിൽ കാലുകൊണ്ട് തൊട്ടിട്ട് വാ. പ്രശസ്തിയാർജിച്ച ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കബഡി മത്സരമാണ്. നാട്ടിൽ എന്ത് ആഘോഷം നടന്നാലും കബഡി കളി ഇല്ലാതിരിക്കില്ല. വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയ നേതാവ് സദാശിവൻ പിള്ളയെ ഈ കബഡി മത്സരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സെവൻസ് കബഡി ടീമും നാഷണൽ കബഡി ടീമും തങ്ങളുടെ ടീം അംഗങ്ങളുമായി തയ്യാറെടുത്ത് ഗ്രൗണ്ടിലേക്ക് വരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഇരു ടീമുകളും വളരെ ആവേശത്തോടു കൂടിയാണ് കളി ആരംഭിച്ചിരിക്കുന്നത്. തങ്ങളുടെ കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ഇരു ടീമുകളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ടീമിലും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിസമർത്ഥരായ കളിക്കാരാണ്. ഇതിൽ ആര് വിജയിക്കുമെന്നത് കാത്തിരുന്ന് കാണാം. വാശിയേറിയ ഈ മത്സരത്തിന്റെ വിജയി ആരായിരിക്കുമെന്നുള്ളത് പ്രവചനാതീതമാണ്. മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിവാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ആദ്യ റൗണ്ടിലെ മത്സരം കഴിഞ്ഞപ്പോൾ വിജയിച്ചിരിക്കുന്നത് സെവൻസ് കബഡി ടീമാണ്. ഇതിനുശേഷം പെൺകുട്ടികളുടെ കബഡി മത്സരം വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ആൺകുട്ടികളുടെ കബഡി എത്രത്തോളം പ്രബലമാണോ അതുപോലെ തന്നെ പെൺകുട്ടികളുടെ കബഡിയും ഞങ്ങളുടെ നാട്ടിലെ പ്രബലമാണ്. ഇദ്ദേഹമാണ് ഞങ്ങളുടെ സാറ് ചന്ദ്രശേഖരൻ. എന്നെ വളർത്തിയ ആള്, എന്നെ കബഡി പഠിപ്പിച്ച വ്യക്തി. അദ്ദേഹം ഒരു എക്സ് മിലിറ്ററിയാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ പണം പോലും കബഡിക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നത്. തനിക്കറിയാവുന്ന എല്ലാവരോടും സഹായം ചോദിച്ച് അങ്ങനെ കിട്ടുന്ന ആ പണം കൊണ്ട് എല്ലാ പെൺകുട്ടികളെയും ഒരു സ്ഥലത്ത് താമസിപ്പിച്ച് ആഹാരം, കോളേജ് ഫീസ്, അങ്ങനെ എല്ലാ സഹായവും ചെയ്ത് ഇവരെ വളർത്തിക്കൊണ്ടുവരാൻ പോരാടുകയാണ്. ഇവളുടെ പേര് സരോജിനി. ചുടുകെട്ട കളത്തിൽ അവളുടെ അച്ഛൻ്റെ കൂടെ കൂലിവേലയ്ക്ക് പോവുകയാണ്. ചേട്ടാ, പേര് സരോജിനി ദേവി. ഇവർക്ക് 6000 രൂപ. ഈ 2000 രൂപ കോളേജ് ഫീസിന് വെച്ചോ. അമ്മ അറിയണ്ട. ശരി അച്ഛാ. എത്രയല്ല മോളെ പഠിക്കുന്നേ? 5ാം ക്ലാസ്സിലാ. 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നേ? ക്ലാസ്സിൽ അവള് തന്നെയാ ഫസ്റ്റ്. ആ, ക്ലാസ്സിൽ മോളാണോ ഫസ്റ്റ്? ആ, മിടുക്കി. ആളിയാ സുഖാണോടാ? ആ, സുഖമായിട്ടിരിക്കുന്നു. എന്താ വിശേഷിച്ച്? എടാ കുറിഞ്ഞേ. എനിക്കെന്താ കൊണ്ടുവന്നേ? അളിയാ, വരുന്ന 12-ാം തീയതി എന്റെ രണ്ടാമത്തെ മോളുടെ കാതൂത്ത് നടത്താൻ പോകും. എല്ലാവരും ഒന്നിച്ച് വന്ന് പങ്കെടുക്കണം കേട്ടോ. തീർച്ചയായും വരാം. ചേച്ചി, എന്തെങ്കിലും വാങ്ങിക്കാൻ കാശില്ലാന്ന് കരുതിയിട്ട് വരാതൊന്നും ഇരിക്കരുത് കേട്ടോ. ഇത് 2000 രൂപയുണ്ട്. 1500 രൂപയ്ക്ക് എന്റെ മോൾക്ക് പാവാടയും ബ്ലൗസും വാങ്ങിച്ചോ. 500 രൂപ വണ്ടിക്കൂലിക്കും വെച്ചോ. എന്താ ഇത്ര ആലോചിക്കുന്നേ? ഇത് പിടിക്കും. മാമാ, പൈസയൊന്നും വേണ്ട. നിങ്ങളുടെ ചേച്ചി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ശരിയായിട്ട് ചെയ്തോളും. മാമനിപ്പോ പോ. ഓ, എന്തൊരു ദേഷ്യ. നിന്റെ അച്ഛനും അമ്മയ്ക്കും ദേഷ്യം ഉണ്ടാവുന്നാ ഞാൻ വിചാരിച്ചേ. ഇതിപ്പോ നിനക്കാണല്ലോ കൂടുതൽ ദേഷ്യം. നീ ഇപ്പൊ വലിയ ആളായി പോയി. ശരി, പോയിട്ട് വാ മാമ. വാടാ പോവാം. പിള്ളേരൊക്കെ നമ്മളെ ഉപദേശിക്കാൻ പൈസക്ക് നമ്മൾ എവിടെ പോകും? അമ്മയ്ക്ക് പൈസയല്ലേ കാണിക്കുന്നേ? ഇവളുടെ പേര് സുചിത്ര. ടീമിലെ നല്ല റൈഡറാണ്. കബഡി കബഡി കബഡി. ഇവരുടെ കുലത്തൊഴിൽ ഇതാണ്.
ഇവളും ഇവളുടെ അനിയനും ഇവരുടെ അച്ഛനും അമ്മയ്ക്കും എപ്പോഴും സഹായമായിട്ടുണ്ടാവും. ഇവളുടെ പേര് പൂർണിമ. ഇവളുടെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. എന്തായി, അവളെ കിട്ടിയോ? ഫോൺ കട്ട് ചെയ്യോടി. അവള് വലിയ വാശിക്കാരിയാ. അവള് മനസ്സിൽ കാണുന്നതേ ചെയ്യൂ. മോളെ നീ എവിടെ പോയിരിക്കായിരുന്നു? അമ്മ ഫോൺ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ വിളിച്ചിട്ട് നീ എടുത്തതേ ഇല്ലല്ലോ. എടി, നീ ഉരുപ്പടി പണയം വെച്ചോ അതോ വിറ്റോ? പണയം വെച്ച 4 ദിവസത്തേക്കുള്ള മരുന്നോലും കിട്ടില്ല. ഇതിപ്പോ 6 മാസത്തേക്കുള്ളതുണ്ട്. എടി, ഞാൻ ചത്തതിന് ശേഷം നിന്നെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ വന്നാ വെറും കഴുത്തോടെ വന്ന് നിൽക്കോ? നിങ്ങളുടെ മോളെ വേണമെങ്കിൽ വരുന്നവൻ സ്വർണ്ണം ഇട്ട് കെട്ടിക്കൊണ്ട് പോട്ടെ. ഇപ്പൊ ഒന്നും ആലോചിക്കാതെ മരുന്ന് കഴിക്ക്. ഇവളുടെ പേര് രജനി. എങ്ങോട്ട് നോക്കിയേ, ഇത് പോയാ വേറെ നല്ല ബന്ധമൊന്നും കിട്ടില്ല. നിങ്ങളുടെ മോളോട് കെട്ടാൻ പറ. കബഡി കബഡി എന്ന് പറഞ്ഞ് ജീവിതം പാഴാക്കിയാലുണ്ടല്ലോ, മൊട്ടയടിച്ച് വീടിന്റെ മീളൊക്കെ കൊണ്ടിരുത്തും. മര്യാദയ്ക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. എന്റെ സ്വഭാവം മാറ്റരുത്. ചേച്ചി, നിങ്ങളെ മോളെ നോക്കിയേ, കണ്ടില്ലേ കോലം? ഇവളുടെ അമ്മ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചത് മൂലം ഇവളെടുത്ത തീരുമാനമാണിത്. മോളെ! നീ എന്തിനാണ് മോളെ ഇങ്ങനെ ചെയ്തത്? നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അയ്യോ, ഇതിനാണോ നിന്നെ ഞാൻ വെച്ച് വളർത്തി ഇത്രയും വലുതാക്കി? ഇവളുടെ പേര് വീണ. എല്ലാ കുടുംബത്തിലും നടക്കുന്ന കഥ തന്നെ ഇവളുടെ കുടുംബത്തിൽ നമ്മള് നടന്നു. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവനൊരു ജോലി വാങ്ങിച്ചു കൊടുത്തപ്പോ നിങ്ങളുടെ കൊച്ചുമോൻ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൊണ്ട് ഓടിപ്പോയി. അവൻ പഠിത്തം കഴിഞ്ഞിട്ടേ ജോലി കിട്ടിയ ഉടൻ വീട് കെട്ടിത്തരാം, അനിയത്തെ കല്യാണം കഴിപ്പിച്ചു തരാൻ, പോയ സ്വത്തൊക്കെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞതാ. കിളവി, അവൻ പറഞ്ഞത് അവന് വീട് വെക്കാനും അവന് സമ്പാദിക്കാനും അവന് പെണ്ണ് കെട്ടാനും വേണ്ടിട്ടാ. അവൻ പറഞ്ഞതൊന്നും നമുക്ക് മനസ്സിലായില്ല, മന്ദബുദ്ധികള്. കബഡി ഇവളുടെ പേര് കബഡി അർച്ചന. കബഡി. ഇവളുടെ അമ്മ വയലിൽ ഞാറ് നടാൻ പോവുകയാണ്. ഇവളുടെ അച്ഛൻ വയലിൽ മരുന്നടിക്കുന്ന ജോലി ചെയ്യുന്നു. ഇവള് ഭാഗ്യലക്ഷ്മി. ഇവളുടെ അച്ഛൻ അമ്പലത്തിലെ പൂജാരിയാണ്. ഈ തട്ടിൽ വീഴുന്ന പൈസയാണ് ഇവരുടെ കുടുംബത്തിന്റെ വരുമാനം തന്നെ. അമ്മയില്ലാത്ത കുട്ടി, അച്ഛന്റെ പുന്നാരമോള്. ചുമ്മാ ഇരുന്നേച്ചാ. ഇവള് മീനാക്ഷി, എന്റെ സാറ് ചന്ദ്രശേഖരന്റെ മകൾ. കബഡി കബഡി. പുതുതായി വന്നിരിക്കുന്ന ടീം അംഗങ്ങൾക്ക് കുമാർ, അവരോട് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ പറ. നിങ്ങൾക്കൊന്ന് വേളം ഉണ്ടാക്കായിരുന്നൂടെ? നീ അവന്മാര് പറയുന്നൊന്നും ശ്രദ്ധിക്കണ്ട, കളിയിൽ ശ്രദ്ധിക്കും. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. ഇത്തവണ ഈ കെന്നഡി ക്ലബ്ബ് കപ്പ് നേടും എന്നുള്ള കാര്യത്തിൽ സൂപ്പർ ആയിട്ടുണ്ട്, വളരെ നന്നായിട്ട് കളിച്ചു. വെരി ഗുഡ്. എന്തോ നോക്കുന്നേ, വല്ലതും പറയാനുണ്ടോ? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തോ പ്രശ്നം? പുറത്ത് നിന്ന് കുറ്റം പറയുന്നതും കളിയാക്കുന്നതും വിസിലടിക്കുന്നതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. നല്ല ആമ്പിള്ളേരാണെങ്കിൽ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. നിങ്ങളുടെ പിള്ളേർ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് പറയാമാവാ. എടാ റൗഡി പിള്ളേരെ, ധൈര്യം ഞങ്ങളുടെ കൂടെ കളിക്കാൻ വേടാ. നാണമില്ലടാ പെണ്ണുങ്ങളുടെ കൂടെ പോയി മുട്ടാന്. ബ്രദർ, വഴക്കിന് വന്നത് അവര്, ചൂടായി സംസാരിച്ചതും അവര്. വഴക്കുണ്ടാക്കിയവരോടല്ലേ വഴക്കൂടേണ്ടത്, അതല്ലയോ ന്യായം? അത് ശരിയാ. എന്തൊക്കെയാ ഈ പറയുന്നേ? എന്തോന്നാ മാവാ? ഓക്കെ, അപ്പൊ നിങ്ങൾ കളിക്കാൻ റെഡിയാണല്ലേ? അല്ലറാതെ പറയാ മാവാ. ഒരു കണ്ടീഷൻ ഉണ്ട്, അതിന് തയ്യാറാണോ? കണ്ടീഷൻ പറ. എന്താ മാമാ പെണ്ണുങ്ങളുടെ കബഡി കളിച്ചിട്ട് എന്താ കുഴപ്പം? ഒന്നും പേടിക്കണ്ട, തൊടാൻ പാടില്ലാത്തടത്ത് തൊടാതെ സൂക്ഷിച്ച് കളിച്ചോളാം. മോനെ, നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ കളിക്കിടയിൽ ഭയന്ന് പാതിയിൽ വെച്ച് ഓടരുത്. കളി തീരുന്നത് വരെ നീ നിന്ന് കളിച്ചോണം. അതിന് ധൈര്യം ഉണ്ടോ നിനക്ക്? എങ്കി വേണം. മക്കളെ, നിങ്ങളെന്താ പേടിച്ചു? ഇല്ലല്ല, നിങ്ങൾ പേടിക്കില്ലെന്നറിയാം. കാരണം നിങ്ങൾ എൻ്റെ മക്കളാ. ചെറിയ നാണക്കേടാണെന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ടല്ലേ? 100 വർഷത്തോളമായി ഈ പെൺപിള്ളേരെ എല്ലാം അടിമയാക്കി വെച്ചിരിക്കുകയാണ് ഈ ആൺപിള്ളേര്. ഇപ്പോഴാണ് ആ സ്ഥിതിയൊക്കെ മാറി പെൺപിള്ളേര് കുറേശ്ശെയായി പുറത്തേക്കൊക്കെ വരുന്നത്.
പഠിക്കുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, ഇപ്പൊ കളിക്കാനും കൂടെ വന്നിരിക്കുന്നു. ഇങ്ങനെ കളിയാക്കുന്ന പോക്രികളെ നമ്മൾ വെറുതെ വിട്ടു എന്ന് വിചാരിച്ചോ? വീണ്ടും നാളെ ഇവരെല്ലാം നിങ്ങളെ അടുക്കളയിലോട്ടാക്കി തരും. ഇപ്പോ നിങ്ങൾ കളിക്കാൻ പോകുന്ന കളിയില് നിങ്ങൾ കൊടുക്കുന്ന ഓരോ അടിയും അവരെ ചെരുപ്പൂരി അടിക്കുന്ന പോലെ ആയിരിക്കണം. അവരിങ്ങോട്ട് കളിച്ചു വരുമ്പോ നിങ്ങളെ എവിടെ തൊടാൻ വരുന്നോ അതിന് 1 സെക്കൻഡ് മുമ്പായി ആ നായ്ക്കളെ ഗ്രൗണ്ടിൽ നിന്ന് വെളിയിലെറിയണം. അതുപോലെ നിങ്ങൾ അങ്ങോട്ട് കളിച്ചു ചെല്ലുമ്പോ അവരും വെറുതെ വിടില്ല. അവന്റെ കൈ വരും, അവൻ നിങ്ങളുടെ ശരീരത്തിൽ തൊടുന്നതിന് 1 സെക്കൻഡ് മുൻപായി നിങ്ങളുടെ കാലവന്റെ മുഖത്തിരിക്കണം. വേട്ടയാടി പിടിക്കും കളിയിൽ വീരന്മാരുടെ പോക്കണം ഇത്. മലർത്തിയടിച്ചു കുതിച്ചിടും ഇവൾ, വീരനിൻ മകൾ. ആണടക്കണം പെണ്ണടങ്ങണം എഴുതി വച്ചവനാര്, ആണിനൊത്തിട പെൺബലം കണ്ടി ജയിച്ചിടും ഇവളാര്. കാൽപകിടുവാളടിച്ചിടും പല്ലിൽ കൊഴിച്ചിടും ചൊല്ലിവിട്, കാലുറപ്പിച്ച് കൈ പെൽപ്പിച്ച് നീ വിഹടമാടുകാട്. വീരമുള്ളവർ കളിച്ചിടും കളി, ശ്വാസമടക്കി കളിച്ചിടും കളി, വേണ്ട പുലിയെ പിടിച്ചിടും കളി, പോരിനിറങ്ങും കബഡിക്കൂട്ടമായി. എതിരെ നിൽപ്പവർ വീട്ടിൽ കയറി അടിച്ചു വന്നവനാണ്, ചുറ്റിലും അവർ വളർന്നിടപ്പോലും കഴുതി വന്നു വിജയിച്ച്. നീ കൊടികുട്ടി വാ പടവെട്ടി തീ പോയി പോലെയായി മാറ്, വാ നിലയായി പോയി ജയിച്ചിട് നിൻ പടവീരൻ നിന്നും കാട്ട്. എൻ കണക്കിൽ നീ വന്നിടും കാലിടറും കട്ടായം, എൻ കരുത്തു നീ അറിയും തോൽവിയിതു പന്തായം. നീ എറിയും മനസ്സുമായി ജയിക്കാനിരിപ്പൂ, നിന്നുടല് കരിരും വയലും അടിയോടടിക്കൂ. മുന്നേ വന്നാൽ വടിവിട്, വിലക്കം നിന്നാൽ അടികൊട്, പൂവു പോലെ വിരച്ചത് കരിപുലി പോൽ കുതിച്ചത്. കല്യാണി ഞാൻ പുറകിൽ നിൽപ്പുണ്ട്, നീ പെട്ടെന്ന് വാ. ആ വരുന്നു വരുന്നു. നീ ഞാൻ പറഞ്ഞെല്ലാം വാങ്ങിച്ചോടാ? ആ വാങ്ങിച്ചു. ഇത് വെച്ചോ. എന്റെ ചക്കരക്കുട്ടി, ആ ഞാൻ നിനക്കൊണ്ട് രാവിലെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ പറ പറ. കോളേജിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ, അയ്യോ സോറി മോഡുലേഷൻ മിസ്സായി പോയി. കോളേജിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ നിനക്കൊന്നാം സമ്മാനം കിട്ടാത്തത് കൊണ്ട് നീ എന്റെ നെഞ്ചിൽ തലചായ്ച്ച് മോങ്ങി. വിവരം കെട്ടവന്മാര്, നീ മത്സരിക്കുകയാണെങ്കിൽ അവരെന്നെ ആയിരുന്നില്ലേ ജഡ്ജാക്കി മാറ്റേണ്ടിയിരുന്നത്? എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. നിന്നോട് ഞാൻ എത്രയാ ചോദിച്ചേ? ഈ പോക്കറ്റ് വെച്ച എന്റെ അച്ഛൻ അടിച്ചു മാറ്റോന്ന്. നിക്ക്, നിനക്ക് വേണ്ടി ഞാൻ പുറകിലെടുത്ത് വെച്ചിരിക്കുക. എത്രയുണ്ട്? 300 രൂപ.
അനങ്ങല അനങ്ങല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അനങ്ങല 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 അവിടെ മാറി 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 അനങ്ങല അനങ്ങല. നിന്റെ മൈലാഞ്ചിക്കാലിനടുത്ത് മുല്ലപ്പൂ പൂത്തു. പൂക്കോടാ പൂക്കും. അമ്മായി താഴെ കിടക്കുന്ന പൂവെടുത്തിട്ട് പാറെ പൂത്തതാണെന്ന് പറയുന്നോടാ. കുടുങ്ങിയല്ലേ? അമ്മായി, എന്റെ മാമന്റെ മോളുടെ കാല് തൊട്ട് കഴിഞ്ഞാലേ മുല്ലപ്പൂ അല്ല, എന്റെ മനസ്സിലൊരു മുല്ലത്തോട്ടം തന്നെ പൂക്കും. അല്ലേടി? പൂക്കും. മാമന്റെ മോടെ കല്യാണത്തിന് പോവാൻ അവനൊന്ന് ലീവ് എടുക്കാൻ പോലും വയ്യ. അമ്മേ, അവൻ ലീവ് എടുത്ത അമ്മയ്ക്കാണോ നഷ്ടം എനിക്കാണോ നഷ്ടം? നീ പോടാ. പോടാ പോ. നിങ്ങളുടെ രണ്ടുപേരുടെ കല്യാണം എങ്ങനെ നടക്കാൻ പോകുന്നത് ഞാനും ഒന്ന് നോക്കട്ടെ. അമ്മായി മെയിൻ മാറ്ററിലാണോ കൈവച്ചത്? അമ്മായിയും വെച്ചൊരു കവിതയുണ്ട്. ആരാ പറഞ്ഞത് ദേവലോകത്ത് മാത്രമേ ദേവതകളുള്ളെന്ന്? വന്ന് കാണുവിൻ എന്റെ സുന്ദരി അമ്മായിയുടെ വീട്ടിൽ. നന്നായിട്ട് പറഞ്ഞു നിൽക്കറിയാം. ഇതിനപ്പുറത്തോട്ട് എനിക്ക് പറയാനറിയില്ല. ബാക്കിയുള്ള ഞാൻ നോക്കിക്കോളാം. എടി കല്യാണി, സാറിന്റെ കൂടെ എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കാം. വാ. വരുന്നു. സാറേ എന്നാ പോട്ടെ. നമസ്കാരം. എടി ഒന്ന് ചുമ്മാ ഇരിടി. സാറേ, എന്റെ മോൾക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഇതാ ചെറുക്കന്റെ ഫോട്ടോ. ചെറുക്കന് പാടത്ത് മരുന്നടിക്കുന്ന ജോലിയാ. വരുന്ന ആഴ്ചയില് നിശ്ചയം നടത്താനാ വിചാരിക്കുന്നത്. നിങ്ങളുടെ മോക്ക് ഇപ്പൊ എത്ര വയസ്സായി? 19. നിങ്ങളിപ്പോ എന്ത് ജോലിയാ ചെയ്യുന്നേ? സാറിനതറിയാലോ. നിങ്ങളുടെ വാഗുകൊണ്ട് തന്നെ പറ. തോട്ടത്തിൽ പണിയാ എനിക്ക്. നിങ്ങളുടെ അപ്പനപ്പന്മാരുടെ ജോലി എന്താ? അവർക്കും അതേ പണി തന്നെ. ആ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ അവരെവിടെയെങ്കിലും പോയി കൂലിപ്പണി ചെയ്യുമായിരുന്നു സാർ. അപ്പൊ അതേപോലെ നിങ്ങളുടെ മോളും കൂലിപ്പണിക്ക് പോണോന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അവൾ എത്ര വർഷമായിട്ട് കബഡി കളിച്ചുകൊണ്ടിരിക്കുക? 8 വർഷമായിട്ട് കളിക്കുക. 8 വർഷമായിട്ട് കബഡി കളിക്കുന്നു. എന്തിന്? ജയിച്ച് കപ്പ് വാങ്ങി നാടിന് പേരുണ്ടാക്കി തരാൻ. അവളങ്ങനെ പേരെടുത്ത് വരുമ്പോൾ ചേട്ടൻ, ചേച്ചി, അമ്മാവൻ, അമ്മായി, കൂട്ടത്തിലുള്ളവരും ബന്ധക്കാരും എന്നെല്ലാം പറഞ്ഞ് അവളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാം. ഇത്രയൊക്കെ ക്ഷമിച്ചില്ലേ? ഒരു 2 വർഷം കൂടെ ക്ഷമിച്ചൂടെ? UG കഴിഞ്ഞ ഉടനെ സ്റ്റേറ്റ് ലെവലില് വിജയിച്ച് കപ്പും വാങ്ങിച്ച് ഒരു നല്ല പ്ലെയർ ആയിട്ട് വരും. അങ്ങനെ നല്ല പ്ലെയർ ആയിട്ട് വരുമ്പോൾ സ്പോർട്സ് കോട്ടയില് ഒരു നല്ല ജോലി അവൾക്ക് കിട്ടും. 50,000 60,000 ശമ്പളം വാങ്ങിക്കാം. നീ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ പെണ്ണിനെ പഠിക്കാൻ അയച്ചിരിക്കുന്നത്? എത്ര വേർപ്പൊഴുക്കിയിരിക്കും. ഇനി മുതൽ അവളുടെ സമ്പാദ്യത്തില് നിങ്ങളെ വീട്ടിലിരുത്തി മഹാറാണിയെ പോലെ അവള് നോക്കും. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് എത്രത്തോളം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടോ അതിനേക്കാളും കൂടുതലായി എന്റെ കുട്ടികളോട് എനിക്ക് വിശ്വാസമുണ്ട്. ഓരോരുത്തരെയും നല്ല നിലയിലാക്കി ഞാൻ കാണിച്ചു തരാം. എന്നെ വിശ്വസിക്കൂ. എടാ കുമാറേ, സ്റ്റേറ്റ് മാച്ചിന് ഇനി 30 ദിവസമല്ലേ ഉള്ളൂ? അതെ 30 ദിവസം. ചെലവ് മാത്രം 50 75 ആവും. നിനക്ക് കണക്ക് കൂട്ടാനൊന്നും അറിയില്ല. ഒരു 1-1.5 ലക്ഷം രൂപ വേണ്ടി വരും. വരണം മാഷേ. നാരായണ മാഷേ ഇരുന്നാട്ടെ. ഞാൻ നിങ്ങളുടെ മാഷോ? വെറുതെ കളിയാക്കല്ലേ. എന്താ കുട്ടികളെ, സുഖം തന്നെയല്ലേ? നാഷണൽ ക്ലബിലെ മാച്ചിൽ ഈ കുട്ടികളെ ഞാൻ കണ്ടായിരുന്നു. പറഞ്ഞായിരുന്നു. അത് പിന്നെ പിള്ളേര് രണ്ടും നിങ്ങളുടെ ക്ലബിൽ ചേർന്ന് കളിക്കണമെന്ന് ആഗ്രഹിക്കുക. അതാ നേരിട്ട് കാണാൻ വന്നേ. നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഈ കുട്ടികളെ ഞാൻ 2-3 മാച്ചിൽ കണ്ടിരുന്നു. സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങ് തന്നെ ഇത് പറഞ്ഞല്ലോ, വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. മക്കളെ ഇനി വാ. നന്നായി വരും. ശരി മോളെ. എന്താടി അവർ രണ്ടുപേരും നമ്മുടെ ക്ലബിൽ ഒന്ന് ജോയിൻ ചെയ്തത്? സ്റ്റേറ്റ് മാച്ചിൽ എന്തായാലും 7 പേരിൽ 2 പേര് പുറത്തിരിക്കേണ്ടി വരും. വന്ന ഉടനെ തന്നെ മെയിൻ സോണിൽ അവര് കളിക്കോ? അവരെ വെറുതെ വിടാൻ പാടില്ല. നമുക്ക് വാമപ്പ് 2 സെറ്റ് വെച്ച് ചെയ്യണം. കുട്ടികളെല്ലാം പ്രാക്ടീസിന് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക. ആശുപത്രിയിലോട്ട് പോവാ. വരാൻ ഇത്തിരി താമസിക്കും. ശരി ആശാനെ. നിന്റെ അച്ഛന് 2 ബ്ലോക്ക് ഉണ്ട് മോളെ. ഒന്ന് 90% ഉണ്ട്. ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം. ശരി മോളെ. ഈ കബഡി പറഞ്ഞു പോ. കബഡി 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 കബഡി
കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി സദേൺ റെയിൽവേ സൂപ്പർ സദേൺ റെയിൽവേ ലാസ്റ്റ് 50 സെക്കൻഡ് ആണുള്ളത്. 2 റൈഡേ ഉള്ളൂ. ആരെയും തൊടാൻ അനുവദിക്കരുത്. ശരി, മുമ്പോട്ട് കയറി കളിക്കണം. വെറുതെ പിടിച്ച് നിങ്ങൾ ആരെയും കയറി പിടിക്കണ്ട. വെയിറ്റ് ചെയ്യണം. ബോണസ് ലൈൻ കയറി വരുന്നവരെ ആരെയും നിങ്ങൾ തൊടാൻ പാടില്ല. നമുക്ക് ലക്കുണ്ട്, തീർച്ചയായും ജയിക്കും. ഓക്കെ ഓക്കെ സർ. ടൈ ബ്രേക്കറിൽ കാണാം. ഓക്കെ കമാ. കബഡി 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 അകത്തോട്ട് കയറി വിട. കബഡി 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 കബഡി. ഹലോ സർ, നമസ്കാരം. സാറ് പറഞ്ഞ പോലെ കോച്ച് പറഞ്ഞതുപോലെ ടൈം പാസ് ചെയ്തിട്ടോ. ലക്കിൽ ജയിക്കാൻ എത്തുന്ന ഗ്യാംബ്ലിങ്ങാ. ഇത് സ്പോർട്സാ. കഴിവിൽ വേണം ജയിക്കാൻ. നോക്കടാ. കബഡി 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 കബഡി. മാച്ച് ടൈ ബ്രേക്കറിൽ കൊണ്ടുപോയിട്ടുണ്ട് സർ. തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമേ ജയിക്കുള്ളൂ സർ. സർ 1 മിനിറ്റ്. ഞാൻ ചോദിച്ച ആ പോസ്റ്റിങ്. ഓക്കെ സർ. താങ്ക് യു സർ. കബഡി 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 കബഡി. പറയടാ. ഞാൻ ഉടൻ തന്നെ എത്തും. ഒരു അരമണിക്കൂറിനകത്ത് എത്തൂടാ. നീ എത്തിയോ? പൈസ എത്ര അടയ്ക്കണ്ടേ? 1,00,000 രൂപ അടച്ചു. ഇനിയും 2,00,000 കൂടെ അടയ്ക്കണം. പോയി അടച്ചിട്ടു. നീ വാ. ഓപ്പറേഷൻ എപ്പോ കഴിയുമെന്ന് പറഞ്ഞേ? എങ്ങനെയായാലും ഒരു 3 മണിക്കൂർ എടുക്കും. പിന്നെ അമ്മയ്ക്ക് എന്താ പറ്റിയ? എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നേ? അമ്മ കരയാതെ അമ്മേ. മാമോനെ അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഒന്നും സംഭവിക്കില്ല. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം. സാറേ, മുകുന്ദാനന്ദനോ എപ്പോ വന്ന്? ഇരിക്കും മോനെ, ഇരിക്കും മോനെ. ഇപ്പൊ എങ്ങനെയുണ്ട് സർ? ഒന്നുമില്ലടാ, വേദന സഹിക്കാൻ പറ്റുന്നില്ല. വിഷമിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. മുകുന്ദ, എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ എൻ്റെ കുട്ടികളുടെ മുഖം മാത്രമായിരുന്നു. അവരെ എല്ലാം വലിയ നിലയിലാക്കി കാണിക്കാമെന്ന് അവരുടെ അമ്മമാർക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാ. അടുത്ത മാസം സ്റ്റേറ്റ് മാച്ച് ഉള്ളതാ. ഇപ്പോഴത്തെ എൻ്റെ ഈ അവസ്ഥയിൽ നീ 1 മാസം കൂടെ നിന്ന് പിള്ളേർക്ക് കോച്ചിങ് കൊടുത്താ നന്നായിരുന്നേനെ. കാല് നന്നായി സ്പ്രെഡ് ചെയ്ത് പോ. ഈ ടീമിൽ ആരായിരിക്കും ഒഫൻസ് നന്നായിട്ട് കളിക്കുക? ഞാൻ നല്ലപോലെ കളിക്കും കോച്ച്. ഡിഫൻസ് ഞാൻ നല്ലതുപോലെ കളിക്കും കോച്ച്. ഇന്ന് രാത്രിത്തെ പാചകം നിനക്ക്. മീനാക്ഷി മാഡം, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ ലേറ്റ് ആയത്? രാത്രി സ്കൂട്ടിക്ക് പെട്രോൾ ഒഴിക്കാൻ മറന്നുപോയി. രാത്രി തിന്നാൻ മറന്നില്ലല്ലോ. ഞാനല്ല കോച്ച ചോദിച്ചേ. തടിച്ച് കളിയാക്കുവാണല്ലേ? നിനക്ക് ഞാൻ പിന്നെ തരാം. 50 റൗണ്ട് ചുറ്റ്. ഈ വട്ടത്തിനകത്ത് ചുറ്റണം. ഇത്രയല്ലേ ഉള്ളൂ? ഓക്കേ. കുമാറേ, പറമുണ്ടാ മേഡം, ഈ വട്ടത്തിനകത്ത് ഇവനെ മനസ്സിലായോ? കോച്ച് മുകുന്ദ. പിന്നെ വീഡിയോ എടുത്തോ. ചുറ്റിയില്ലെങ്കിൽ എന്നോട് ഒന്ന് പറ. ശരി മുകുന്ദ. റിവേഴ്സിൽ ചുറ്റ്.
ഭാഗ്യമുണ്ട്. വാ മതി വാ. ഏയ് എന്താ അതൊക്കെ? ദിവസം ഇത് തന്നെയാ കോച്ച് നടക്കുന്നേ. രാത്രി ആകുമ്പോ പിള്ളേര് മതില് ചാടി വന്ന് കുടിച്ചിട്ട് ബോട്ടിലൊക്കെ ഇവിടെ ഇട്ടേച്ച് പോവും. ആരാണെന്ന് കണ്ടുപിടിച്ചോ? ആരാന്ന് അറിയില്ല കോച്ച്. ദിവസം ഇത് ക്ലീൻ ചെയ്തിട്ടാണ് കോച്ച് ഞങ്ങൾ പ്രാക്ടീസിന് കയറുന്നത്. എന്താ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തില്ലേ? നമ്മുടെ സാറ് സ്കൂൾ മാനേജ്മെന്റിനോട് പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അവർ ഇതുവരേക്കും ഒരു ആക്ഷനും എടുത്തിട്ടില്ല കോച്ച്. ഇതെന്താ പറ്റി? എന്താ ഇത്? ഏത് നേരവും മൂന്നാന്ന് വിളിച്ച് ശല്യം ചെയ്യാണല്ലോ. എന്താ കാര്യം? മീനാക്ഷി മയങ്ങി വീണു. എന്താ മാസം കഴിഞ്ഞ നോക്ക് മയങ്ങി വീഴാൻ? ചുമ്മാ അഭിനയിക്കുന്നതാ. അവളെ എനിക്കറിയാം. ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി. ചെല്ല്. കോച്ച് വെള്ളം ഒഴിച്ച് എഴുന്നേൽപ്പിച്ച് കറങ്ങാൻ പറഞ്ഞു. ഇന്നലെ രാത്രിയും വന്നതുപോലെ തോന്നുന്നുണ്ടല്ലോ അവര്. അതേ മുകുന്ദ. മീനാക്ഷി നിക്ക്. കുപ്പി കൊണ്ടുപോയി കളയണ്ട. ചേട്ടാ നമ്മൾ ഐറ്റം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. മീനാക്ഷി വീടിന്റെ നടുത്തളത്തിൽ തന്നെ കൊണ്ടിടണം. അവിടെ ഇടുന്ന ശബ്ദം ഇവിടെ കേൾക്കണം. ഓ എന്താ ഇത്? മോളെ നീ ഏതാ? എന്താ നീ കാണിച്ചേ? ഇതെല്ലാം നിങ്ങളുടെ അനിയൻ ഇന്നലെ രാത്രി ഞങ്ങളുടെ ഗ്രൗണ്ടിൽ ഇട്ടിട്ട് പോയതാ. കുറെ നാളായി ഞങ്ങൾ ഇത് ആരാണെന്ന് അന്വേഷിക്കുക. ഇപ്പോഴാ അറിഞ്ഞത് നിങ്ങളുടെ അനിയനാണ്. ചേട്ടാ എല്ലാം ശരിയാണെന്നൊന്ന് നോക്കിക്കോ. ഇതുപോലെ നിങ്ങളുടെ അനിയൻ മറന്നാലും ഈ സാധനങ്ങളെല്ലാം ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവന്നു. ഓക്കേ ആണല്ലോ? ആരാന്നറിയത്തില്ല അമ്മേ. അത് ശരി. ഇതൊക്കെ എന്റെ മോൻ ചെയ്തതിന് എന്താ തെളിവ്? HD ക്ലാരിറ്റി വീഡിയോ കുടുംബത്തോടെ ഇരുന്ന് നന്നായിട്ടൊന്ന് കാണ്. പിന്നെ ഇതിന്റെ അവസാനം നിങ്ങളുടെ മോനെ ഒന്നിന് പോയി ഒരു പടവും വരച്ചിട്ടുണ്ട്. ചേട്ടോ വരട്ടെ. സാർ മോർണിംഗ് സാർ. CID പോലെ CCTV ക്യാമറയൊക്കെ വെച്ച് ഗ്രൗണ്ടിൽ വെള്ളമടിച്ച് ഞങ്ങളാണെന്ന് കണ്ടുപിടിച്ചല്ലേ. ഞങ്ങൾ വലിച്ചിട്ടിട്ട് പോയ സിഗരറ്റ് കുറ്റി പോലും നിങ്ങൾ പെറുക്കിയെടുത്തു. അത് ഞങ്ങൾ എടുക്കില്ലായിരുന്നോ? എങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമോ? പക്ഷേ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി നിങ്ങൾ ചെയ്തത് ടു മച്ച്. ഇനി അങ്ങോട്ടും ഞങ്ങൾ അതേ ഗ്രൗണ്ടിൽ തന്നെ വെള്ളമടിക്കും. നിങ്ങൾ പോലീസിൻ്റെ അടുത്ത് പോവോ പൊളിറ്റീഷ്യൻ്റെ അടുത്ത് പോവോ എന്ത് വേണമെങ്കിലും ചെയ്തോ. സർ ഇപ്പം ഞങ്ങൾ കുടിക്കുന്നതും വേണമെങ്കിൽ വീഡിയോ എടുത്തോ. സാറിന്റെ കയ്യിൽ വീഡിയോ ഫോണൊന്നും കാണത്തില്ലടാ. സാറേ ഒരു പാവം പിടിച്ച വരത്തലല്ലേ. നീ ആ ഫോൺ കൊടുക്കടാ. ക്ലിയർ ആയിട്ട് എടുത്തോട്ടെ. കൊടുക്കാലോ. കുഴപ്പമില്ലല്ലോ. ചെറിയ പിള്ളേരാണെന്ന് കരുതി ഞാൻ. പക്ഷെ ഷാർപ്പാ നിങ്ങൾ. ഷാർപ്പാക്കി വെച്ചിരിക്കുക. അനിയന്മാരെ, ചിലർക്ക് തല്ലി പറഞ്ഞാലേ മനസ്സിലാകൂ. ചിലർക്കാണെങ്കിൽ തല്ലി തല്ലി പറഞ്ഞാലേ മനസ്സിലാവൂ. ഇതിൽ നിങ്ങൾ രണ്ടാമത്തെ കൂട്ടരാ. നിക്കടാ. പ്ലാസ്റ്റിക്, പൂച്ചട്ടി, മോട്ടർ, സൈക്കിള്, ചുടുകട്ട എല്ലാം പൊട്ടുന്ന ഐറ്റംസാ. ഓണർ ഫ്രീ ആയിട്ട് തന്നതായി വീട്. ഒന്നും പൊട്ടിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് തല്ലുകൂടാം. ആ കമോൺ കമോൺ ബോയ്സ് കമോൺ. പിള്ളേരെ, നമ്മൾ തല്ലുകൂടാൻ പോവാ. ഷർട്ടൊക്കെ കീറിന്നിരിക്കും. കോസ്റ്റ്ലി ആയിട്ടുള്ള വാച്ചും ഫോണും ഒക്കെ എടുത്ത് ആ സൈഡിലേക്ക് മാറ്റി വെക്ക്. പൊട്ടിയെങ്ങാനും പോയാൽ നിന്റെ അച്ഛനും അമ്മയൊക്കെ ചോദിച്ചാൽ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. മുകുന്ദ, ഇവരൊന്നും അഡ്വൈസ് കേൾക്കുന്ന ആളുകളൊന്നും അല്ല. അടി വാങ്ങുന്ന ജാതികളാ. ചുമ്മാ അടി ചോദിക്കും മുകുന്ദ. വീഡിയോ ഓൺ ചെയ്തോ? സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സെറ്റ്. ആക്ഷൻ. വേഗം കാണാം. ഇവനെ ഭയമാണ്. ഓടാ.
സമയമായി പെട്ടെന്ന് വാ. പിള്ളേരോട് ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ. ഒരു 10 മിനിറ്റ് തീർന്നു വന്നേക്കാം. ആ ശരി ശരി. കമോൺ കമോൺ റാ, വേഗം വാടാ. ഐസ് ഉണ്ടോ? ഉണ്ടല്ലോ മോനെ. എനിക്കോ? കൊതി വിടാതെ നിനക്കും തരാം. ഐസ് പോയല്ലോ. ഐസിന്റെ പൈസ താ മോനെ. ഈ ഐഫോൺ ഐസുകാരന് കൊടുത്തേക്ക്. വാ നീമാരെ വാ. അങ്ങോട്ട് നോക്ക്. അനിയ ആപ്പ് ഞാനല്ലടാ വെച്ച്, നീ തന്നെ പോയി കേറിയതാ. നിനക്ക് വേണോടാ? എടാ വാടാ, നീ വാങ്ങിക്കിട്ട് പോ. എവിടെടാ ഓടുന്നത്? വാടാ. മീനാക്ഷി അവനെ നോക്കിയാ നല്ല ക്ലാവർ അല്ലേ? നേരത്തെ ചേട്ടൻ പറഞ്ഞത് കേട്ടെന്ന് ഇങ്ങനെ ആവുമായിരുന്നു. ഡ്രസ് വാങ്ങിട്ട് പോ. ഒന്നാം നമ്പർ കവർ ചെയ്യണമെന്ന് വിചാരിച്ചോ? എന്നാൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന 2-ാം നമ്പർ കവർ ചെയ്യും. അതേപോലെ 5-ാം നമ്പർ ഡാഷ് അടിക്കുമെന്ന് വിചാരിച്ചോ? എന്നാൽ സപ്പോർട്ടായി നിൽക്കുന്ന 4-ാം നമ്പറാണ് ഡാഷ് അടിക്കുന്നത്. അങ്ങനെ ഓരോ വർഷവും സ്ട്രാറ്റജി മാറിക്കൊണ്ടേയിരിക്കും. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് പറയാം. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടീം കോപ്പറേഷൻ. ഓരോരുത്തരും ഓരോ മൈൻഡ് സെറ്റിൽ കളിക്കാൻ പാടില്ല. 7 പേരും ഒരേ മൈൻഡ് സെറ്റിൽ കളിക്കണം. ഇതിനു മുമ്പ് നിങ്ങൾ 2 സ്റ്റേറ്റ് മാച്ചിൽ തോറ്റിട്ടുണ്ട്. എന്നാൽ ഈ സ്റ്റേറ്റ് മാച്ചിൽ നിങ്ങൾ ജയിച്ചേ മതിയാവൂ. കാരണം ഈ വർഷം നിങ്ങൾ യൂണിവേഴ്സിറ്റി വിന്നേഴ്സാണ്. ഈ സ്റ്റേറ്റ് മാച്ചിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഈസ്റ്റേൺ റെയിൽവേസ്, സദേൺ റെയിൽവേസ്, പോലീസ്, കസ്റ്റംസ് അതുപോലുള്ള ഒരുപാട് ഇടങ്ങളിൽ നിങ്ങൾക്ക് ജോലി അവസരങ്ങൾ കിട്ടും. എന്തിന്? ഇന്ത്യൻ ടീമിൽ പോലും സെലക്ട് ആവാം. സോ മൈൻഡ് ഫോക്കസ് ചെയ്ത് ഈ സ്റ്റേറ്റ് മാച്ചിൽ ഉറപ്പായിട്ടും ജയിക്കാൻ നോക്കണം. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. കബഡി 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 കബഡി. എടി നിന്നോട് വരാൻ പറഞ്ഞല്ലേ? ഞാൻ ലൈനിലല്ലേ നിൽക്കുന്നത്, നീ എന്തിനാ അവിടെ പോയി പുറകിൽ കോച്ച് നിൽപ്പുണ്ട്. വഴക്കുണ്ടാകാതെ ഇങ്ങോട്ട് വാടി. നല്ല ക്ഷീണം തോന്നുന്നു. ചെന്ന ഉടനെ കയറി കിടക്കണം. ഉറക്കം വരുന്നു. ഉടനെ ഞാൻ ഉറങ്ങും. നല്ല വിശപ്പുണ്ട്. കോച്ച്, ടീമിലെ ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളെ വല്ലാതെ അവോയ്ഡ് ചെയ്യുക. അവരുടെ കൂടെ ഞങ്ങൾ സെറ്റ് ആവില്ല. ഒരുമിച്ച് നിൽക്കുന്നവരെ പിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. അതിന് ഞങ്ങൾ ഈ ക്ലബ്ബ് വിട്ട് പോവാ കോച്ച്. നോക്ക്, ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ആവാൻ പറ്റിയില്ലെങ്കിൽ നാളെ തമിഴ്നാട് ടീമിലും സെലക്ട് ആവില്ല. അവിടെ വേറെ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് പ്ലെയേഴ്സ് വരും. ഇനി ഇന്ത്യൻ ടീമിൽ സെലക്ട് ആവുകയാണെങ്കിൽ അവിടെ വേറെ വേറെ സ്റ്റേറ്റിൽ നിന്ന് പ്ലെയേഴ്സ് വരും. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അങ്ങനെ ധാരാളം പ്ലെയേഴ്സ് വരും. അതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അപ്പം നിങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇപ്പം നടക്കുന്നതൊക്കെ എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിച്ച് എൻജോയ് ചെയ്യേ. ചെല്ല്. ഇല്ല കോച്ച്, നമ്മുടെ കൂടെയുള്ളവരൊക്കെ നിങ്ങൾക്കുള്ള ഗെയിം മാത്രം കളിക്കുക. നിങ്ങളുടെ പ്രസൻസ് മറ്റുള്ള പ്ലെയേഴ്സിന് തീർച്ചയായിട്ടും ആവശ്യം വരും. നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. പോകാൻ. ശരി കോച്ച്. പിള്ളേരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കളിച്ചാൽ നിങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാവും. തഞ്ചാവൂർ ടീമിനോട് കളിക്കുമ്പോൾ മാത്രം ഇച്ചിരി പ്രശ്നം ഉണ്ടാവും. മറ്റൊന്നും പ്രശ്നമാക്കണ്ട. ശരിയല്ലേ? ശരിയാണ് സർ.
നീ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് പിള്ളേരൊന്നും വരട്ടി കളയരുത് കേട്ടോ. ശരി സാർ, സാറ് പറഞ്ഞ പോലെ തന്നെ കളിക്കാൻ പറയാം. ഞാൻ വരട്ടെ സാർ. ശരി ശരി ശരി. ചേട്ടാ ഡ്രൈവർ കേട്ടോ, പോവാൻ സമയമായി, വണ്ടി എടുത്തോ. ഞാനിത് നിന്റെ മടി കയറിയിരിക്കണോ? നീ എന്തിനാ ചൂടാവുന്നേ? അങ്ങോട്ട് നീങ്ങിയിരിക്കടി. പുറകോട്ട് പോയേ. എന്തിന്? വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? അവള് പറഞ്ഞത് കേട്ടില്ലേ? സീനിയേഴ്സിന് റെസ്പെക്ട് കൊടുക്കോ. പുറകെ പോയിരിക്കെ. ഞങ്ങൾ എന്തിനു പോണം? അവൾക്ക് പൊക്കൂടെ? ഏയ്, എന്തിനാ വഴക്കുണ്ടാക്കുന്നത് നിങ്ങള്? ഒന്നുമില്ല കോച്ച്, വാടി പോവാം. വീണേ നിക്ക. എന്താ പ്രശ്നം? എന്തിനാ വഴക്കിടുന്നത് നിങ്ങള്? ഒന്നുമില്ല. ഏയ് വിദ്യ, എന്താ കാര്യം? ഒന്നുമില്ല കോച്ച്. പോയിരിക്കെ. കോപ്പറേഷൻ ഇല്ലാത്തൊരു ടീമും. ചേട്ടാ വണ്ടി എടുക്ക. ഡിണ്ടികളിൽ നടന്ന സ്റ്റേറ്റ് മാച്ചിൽ മൊത്തം 32 ടീമുകൾ പങ്കെടുത്തു. ഫസ്റ്റ് ലീഗിൽ തഞ്ചാവൂർ, കോയമ്പത്തൂർ, പിന്നെ മധുരയോട് ഞങ്ങൾക്ക് കളിക്കേണ്ടി വന്നു. ലീഗിൽ ഫസ്റ്റ് മാച്ച് ഞങ്ങളും തഞ്ചാവൂരുമായിട്ടായിരുന്നു. എല്ലാവരും റെഡിയല്ലേ? बड़ा इंडियन कबड्डी खिलाड़ी प्लेयर है, जीतने का अंडरस्टैंड. ആരാ ഈ വാവളപ്പൻ ഇതുപോലെ നടന്ന് ഒച്ചയെടുക്കുന്നുണ്ട്? ഏതോ ബറോഡ ടീമിലെ കോച്ചാ, നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നതാ. नेवर एवर नो प्लास्टिक कवर. പൊറോട്ട മാസ്റ്റർ പോലെ ഉണ്ടല്ലോ ബറോഡ കോച്ച് എന്ന് പറയുന്നു. എനിക്കും അങ്ങനെ തോന്നുന്നത്. ठीक है पीके ओके अंडरस्टैंड. ഡേയ് സുന്ദരേശ. എന്താ പറഞ്ഞോ? സുന്ദരേശൻ നോർത്ത് ഇന്ത്യൻ കോച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ എന്റെ ദൈവമേ, ഓണർ വരെ നോക്കുന്നു. ഇനി ബാലൻസ് ഉള്ള പൈസ തരുമെന്നറിയില്ല. ഓൾ മൈ സ്റ്റുഡൻസ് കോച്ച്. 50 പൊറോട്ട തിന്നത്തില്ലേ? അത് ഞാനല്ല. ശബ്ദം വരാൻ പാടില്ല. പതുക്കെ പതുക്കെ പതുക്കെ. ജീത്നെ പതുക്കെ പതുക്കെ. जीतने का पक्का, जीतने का ओके. ആ അങ്ങനെ വേണം. എങ്ങനെ അവനെ കണ്ടുപിടിച്ചത്? എന്റെ ചേട്ടാ ഇനി ഒത്തക്കടലെ പൊറോട്ട മാസ്റ്ററാ. ബറോഡ ഒന്ന് വെറുതെ പുളി ഓടിക്കാവൻ. ആ ലീഗില് വിദ്യയെയും വൃന്ദയെയും ഞാൻ മനഃപൂർവ്വം പുറത്തു തന്നെ ഇരുത്തി. ദിണ്ടുക്കൽ 1 point. റീഡർ സേഫ്. ദിണ്ടുക്കൽ 2 point. തഞ്ചാവൂർ 1 point. ദിണ്ടുക്കൽ 1 point. കബഡി കബഡി കബഡി. സൂപ്പർ ടേക്ക് തഞ്ചാവൂർ 2 point. തഞ്ചാവൂർ 1 point. വരുമ്പോ നീ സൂക്ഷിക്കണം, അതാ പ്രധാനം. തഞ്ചാവൂർ 1 point. ഹാഫ് ടൈം. നോക്ക്, നമ്മളാണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ പിടിച്ച് മുന്നോട്ട് പോയിക്കോ. മനസ്സിലായോ? നമ്മൾ ജയിച്ച നിനക്ക് എന്താ വാങ്ങി തരാന്നറിയാലോ? ഉണ്ടംപൊരി. നിനക്ക്? എനിക്ക് വള. വള നിനക്ക്? നിന്റെ കാമുകനോട് ഡെയിലി സംസാരിക്കാൻ ടോപ്പ് അപ്പ് ചെയ്തു തരും. ശരിയല്ലേ? ഇവളെന്താ അവിടെ നോക്കി നിൽക്കുന്നേ? റാസ്കൽ, ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ അങ്ങോട്ട് നോക്കി നിൽക്കണോ? എന്നെ കളിയാക്കുന്നത് പോലെ തോന്നുന്നേ. സീരിയസ് ആയിട്ട് എടുക്ക്. തൊഴുതോണ്ട് പറയാ, ഞാനൊരു കോച്ചായിട്ടല്ല ചോദിക്കുന്നേ, പെറ്റ അച്ഛനായിട്ട് ചോദിക്കുക. എന്റെ മകൾക്ക് ഞാൻ കാത് കുത്താൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങളുടെ എല്ലാം കാത് കുത്തിയിട്ടുണ്ടല്ലോ, അതേപോലെ എന്റെ മോൾക്ക് കാത് കുത്തണോ വേണ്ടേ? നിങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചോദിക്കുക. കുറച്ച് ആത്മാർത്ഥമായിട്ട് കളിക്കണം. ശരിയല്ലേ? ഈ ടൂർണമെന്റ് ജയിക്കണം. ജയിച്ചാലേ കാത് കുത്താൻ പറ്റൂ. ആർക്ക്? കോച്ചിന്റെ മോക്ക്. എനിക്കിട്ട് കുത്തിയിട്ട് പോവരുത്. തഞ്ചാവൂർ 1 point. കബഡി 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 കബഡി. ബോണസ് ലൈനിലാണോ കാല് വെക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും എന്തായി ചെയ്യുന്നത്? ടെസ്റ്റ് നമ്പർ 11 is out. ബോണസ്. മാച്ച് ഓവർ. അടുത്ത മാച്ചിനും തോറ്റെന്ന് വെച്ചോ, പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നാട്ടിലോട്ട് പോകേണ്ടി വരും. എന്തിനാ ഇങ്ങനെയൊക്കെ കളിക്കുന്നേ? നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ എനർജി നഷ്ടപ്പെടുത്തുന്നേ? വണ്ടിക്ക് ഡീസൽ അടിച്ചിട്ട് വരാൻ പറ. അടുത്ത മാച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറപ്പെടാം. കയ്യിൽ നഖം വിട്ടിട്ട് വേണം പാചകം ചെയ്യാൻ. മനസ്സിലായോ? ശരി കോച്ച്. കോച്ച്, ആ പറയൂ ക്യാപ്റ്റൻ. അടുത്ത മാച്ചിൽ വിദ്യയും വൃന്ദയും കളിക്കാൻ ഇറക്കാം കോച്ച്. അങ്ങനെയോ? അതെ കോച്ച്. ബാക്കി പ്ലേയേഴ്സിനൊക്കെ ഓക്കെ ആണോ? എല്ലാരും സമ്മതിച്ചു.
വൃന്ദ മെയിൻ സോണിൽ നിങ്ങൾ രണ്ടുപേരും കളിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് പോയി വാമപ്പ് ചെയ്യ. പോ ചെല്ല്. മോനുഷ നീ ചെല്ല്. പോ. മുകുന്ദ, പിള്ളേർക്ക് അഡ്വൈസ് കിട്ടാതെ അവരെങ്ങനെ മാറിയത്? ചേട്ടാ, അനുഭവം കൊടുക്കുന്ന പോലെ അല്ല അഡ്വൈസ് കൊടുക്കുന്നത്. ഇപ്പൊ അവര് തന്നെ സ്വയം മനസ്സിലാക്കിയത്. ഇനി എങ്ങനെ കളിക്കുമെന്ന് കണ്ടോ. ഫൈനൽ മാച്ച് ദിണ്ടുക്കൽ തഞ്ചാവൂർ. ക്ലിയർ ഔട്ട് തഞ്ചാവൂർ 1 point. ക്ലിയർ ഔട്ട് ദിണ്ടുക്കൽ 1 point. കബഡി 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 കബഡി. ബോണസ് +1 2 point ദിണ്ടുക്കൽ. സർ ബോണസ് പോയിന്റ് സർ. ബോണസ് പോയിന്റ് സർ. ബോണസ് പോയിന്റ്. നോ ബോണസ്. ബോണസ് പോയിന്റ് സർ. ബോണസ് പോയിന്റ് സർ. എന്റെ അമ്മയാണ് സത്യം. നിങ്ങളുടെ അമ്മയാണ് സത്യം. ബോണസ് പോയിന്റ്. എന്താ സർ ഇത്? ഞാൻ ദീപാവലി ബോണസ് അല്ല ചോദിക്കുന്നത്. ടീം കളിച്ച എന്ത് സുന്ദരേശാന്ന്. ഞാൻ സുന്ദരേശൻ തന്നെയാ. എന്തായാലും സുന്ദരേശനെ കണ്ടുപിടിച്ചല്ലോ. ഇപ്പൊ എന്താ അതിന് വേണ്ടേ? ഒത്തക്കട പൊറോട്ട. അത് ശരിയാ, ഞാൻ ഒത്തക്കടയിൽ പൊറോട്ട കട തന്നെ ഇട്ടിരുന്നത്. അതിപ്പോ എന്താ ചായക്കടക്കാരന് മന്ത്രി ആവുമെങ്കിൽ പിന്നെ പൊറോട്ട കടക്കാരൻ എന്താ കോച്ച് ആയിക്കൂടെ? അതൊക്കെ ആകാൻ സഹോദരാ. എന്താ എന്നാ ബറോഡന്ന് വന്നെന്ന് ബ്രോഡ് തരം കാണിച്ചില്ലേ, അതാണ് തെറ്റ്. കിട്ടാത്ത ബോണസ് വേണമെന്ന് നീ പറഞ്ഞില്ലേ, അത് അടുത്ത തെറ്റ്. ഒരു കാര്യം പറയാം, ഇവിടെ വന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി കളിക്കരുത്. ഇവിടെ അല്ലാതെ പിന്നെ എവിടെയാണ് കളിക്കണം? നീ എന്റെ ഫ്ലോ ബ്ലോക്ക് ചെയ്യാ. ഇത് കഴിഞ്ഞ് നീ വെളിയിൽ വന്ന നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യും. പോടാ. മകളുടെ കാത്തുകുത്ത് നടത്തണമല്ലോ ബാഹുബലി. കബഡി 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 ഈക്വൽ പോയിന്റ് നിൽക്കുക. ഇത് കുടിച്ചിട്ട് പോയി കളിക്കും. കബഡി 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 കബഡി. 1 point ദിണ്ടുക്കൽ. കബഡി 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 കബഡി. 2 point ദിണ്ടുക്കൽ. വിഷമിക്കണ്ട, നിന്റെ കടയിൽ ഞാൻ പൊറോട്ട കഴിക്കാൻ പറയാം കേട്ടോ. വിട്ടറാ, നിന്റെ മോളുടെ കാതുകുത്തിന്റെ കാര്യം ഞാൻ നോക്കാം. ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് സാർ. വിദ്യ സ്റ്റേറ്റ് മാച്ചും യൂണിവേഴ്സിറ്റി മാച്ചും വളരെ നന്നായിട്ട് കളിച്ചതുകൊണ്ട് ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയുള്ള ഇന്ത്യൻ ക്യാമ്പിൽ സെലക്ടായി. ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷിച്ചു. ഈ ക്ലബിൽ നിന്ന് വിദ്യ ഇന്ത്യൻ ക്യാമ്പിലേക്ക് സെലക്ട് ആയതിൽ ഞങ്ങളുടെ സാറ് വളരെയധികം സന്തോഷിച്ചു. 2 മാസം കഴിഞ്ഞ് പൂനെയിൽ നടന്ന ഇന്ത്യൻ ക്യാമ്പിൽ വിദ്യ പോയി.
03 തമിഴ്നാട്. കണ്ടിന്യൂ. ആ ക്യാമ്പിൽ വിദ്യ വളരെ നന്നായി പെർഫോം ചെയ്തു. 3 point റൈഡർ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വിദ്യക്ക് ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടും. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം സംഭവിച്ചു. സർ, ഓരോ പ്ലേയേഴ്സിനും സെലക്ഷൻ കമ്മിറ്റി 20 ലക്ഷം വീതം ചോദിക്കുന്നുണ്ട് സാർ. എന്താ ഈ പറയുന്നത്? ആ സാറേ, പറയൂ സാറേ. നമ്മുടെ വിദ്യയെ ഇന്ത്യൻ ടീമിൽ ചേർക്കുന്നതിന് 20 ലക്ഷം ചോദിച്ചിരിക്കുന്നു ആ മുകേഷ്. ശരി സാറേ, അയാളെ ഞാൻ നേരി പോയി കണ്ട് സംസാരിക്കാം. सदर्न रेलवे प्लेयर मुकुंदानंद. यस. आपको सर अंदर बुला रहे. विद्या. एक्सक्यूज मी सर. Hey മുകുന്ദാനന്ദ്, come come come, please sit down. കുഴപ്പമില്ല സർ. No formalities. ഇരിക്കടോ, it's okay, please. दो चाय बोलना. ठीक है भाई साहब. Yes, മുകുന്ദാനന്ദ് പറയൂ. സർ, ഇത് വിദ്യ ലാസ്റ്റ് വീക്ക് ഇന്ത്യൻ ക്യാമ്പിൽ വന്നിരുന്നു. Of course, she's a bright player, I know. Good player. സർ, അത് ഏഷ്യൻ ടീമിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി സാറ് പണം ചോദിച്ചെന്ന് റാം പറഞ്ഞു. എത്രയാ ചോദിച്ചേ? 20 lakhs സർ. കറക്റ്റാ, 20 lakhs. സർ, ഷീ ഈസ് പൂർ ഫാമിലി. അത്രയും പണത്തിന് ഇവർ എവിടെ പോകാനാണ് സർ? സി മുകുന്ദാനന്ദ്, ലാസ്റ്റ് 6 years ആയിട്ട് നമ്മുടെ ടീമാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം പോലും തോറ്റില്ല. ദിസ് ടൈം ഓൾസോ വെരി കോൺഫിഡൻറ്റ് നമ്മുടെ ടീമാണ് ജയിക്കാൻ പോകുന്നത്. ജയിച്ച ഓരോ പ്ലെയർക്കും സെൻട്രൽ ഗവൺമെന്റ് 50 lakhs കൊടുക്കും. സ്റ്റേറ്റ് ഗവൺമെന്റിൽ ജോബ്, പിന്നെ എന്ത് വേണം? ഹൗ മെനി ബെനിഫിറ്റ്സ്? ഞാൻ ജസ്റ്റ് 20 lakhs അല്ലേ ചോദിച്ചുള്ളൂ. ബിഗ് ഡീൽ. ശരി മുകുന്ദാനന്ദ്, നീ നേരിൽ വന്നതുകൊണ്ട് കുട്ടിയോട് പറ, ജസ്റ്റ് ഒരു 10 lakhs മാത്രം എക്സ്ട്രാ കൊടുക്കാൻ പറ. ദാറ്റ് മേക്സ് ഇറ്റ് 30 lakhs. Good. Well played, മുകുന്ദാനന്ദ്. താങ്ക് യു സർ. Good. Well played. Well. എന്താ മുകുന്ദാനന്ദ് സാറേ, കോച്ചാകാനായിട്ട് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞോ? ഞാൻ എന്താ പറഞ്ഞത്, നീ എന്താ ചെയ്തിട്ട് വന്നിരിക്കുന്നേ? സർ, നമ്മൾ ജയിച്ചല്ലോ സർ. പ്ലെയർ ആയിട്ട് നീ ജയിച്ചു, കോച്ചായ ഞാൻ തോറ്റിരിക്കുക. റിമെമ്പർ വൺ തിങ്, ഇനി മേലിൽ നിനക്ക് എന്റെ ടീമിൽ ഒരിക്കലും കളിക്കാൻ കഴിയില്ല. ദിസ് ഈസ് അവർ ലാസ്റ്റ് ഗെയിം. ഏയ് മുകുന്ദാനന്ദ്, ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യുന്ന പോലെയാണല്ലോ നീ നോക്കുന്നത്. ഡൗട്ട് വേണ്ട, പ്രതികാരം തന്നെയാ ചെയ്യുന്നത്. നിങ്ങൾ പഴയ ഏയ്, നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യേ. പോ ഔട്ട്. സർ, ഈ കുട്ടിയെ എങ്ങനെ ഇന്ത്യൻ ടീമിൽ സെലക്ട് ചെയ്യിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഓ വാവ്, ഗുഡ്, ഗോ. വരട്ടെ, വിദ്യ വാ. हाँ मैं बात करो. നമസ്കാരം സർ. वाह अलेक्स, मैं 5 बजे बुलाता हूँ. എങ്ങനെ പോകുന്നു? സുഖമാണ് സർ. ഇതെന്റെ ഫ്രണ്ട് മുകുന്ദാനന്ദ്, സദർൻ റെയിൽവേ പ്ലെയർ. നമസ്കാരം. നിങ്ങൾ അങ്ങോട്ട് ഇരിക്കുക. നോക്കൂ മുകുന്ദാനന്ദ്, എൻ്റെ പേഴ്സണൽ അഡ്വൈസാ. ഈ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി പോയി നിങ്ങളുടെ ജീവിതത്തിൽ മുകേഷ് കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ അത് വിടുന്നതാ നല്ലത്. വിദ്യയ്ക്ക് വേണ്ടി യൂണിയനിൽ പോയി സംസാരിച്ചതുകൊണ്ട് എന്നെയും പ്ലേയേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കി ആരും വരാത്ത ഒരു റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടറിൽ പോസ്റ്റ് ചെയ്തു ആ മുകേഷ് റാത്തോർ. രണ്ടു മാസം കഴിഞ്ഞ് ഏഷ്യൻ ഗെയിംസ് നടന്നു. ഫൈനലിൽ ഇന്ത്യയും ഇറാനും പോരാടി. അതിൽ ഇന്ത്യ ഫൈനലിൽ ഇറാനോട് തോറ്റു. ഇന്ത്യയിൽ കബഡിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആസ്വാദകർക്ക് ആത്മാഭിമാനം നഷ്ടപ്പെട്ട ദിവസമായി മാറി. ആ അപമാനത്താലും വിദ്യയ്ക്ക് പരിഗണന കിട്ടാത്തതുകൊണ്ടും അവളെടുത്ത തീരുമാനം കഴിഞ്ഞ 25 വർഷമായിട്ട് ഇന്ത്യ കബഡിയിൽ തോറ്റിട്ടില്ല. എന്നാ
ഇപ്പോ ഫൈനലിൽ ഇന്ത്യ തോറ്റുപോയി. 2 മാസത്തിന് മുൻപ് ഞാൻ ഇന്ത്യൻ ക്യാമ്പിൽ സെലക്ട് ആയി. നന്നായി പെർഫോം ചെയ്തു. ഫൈനൽ പ്ലേയേഴ്സ് ലിസ്റ്റിൽ എന്നെ സെലക്ട് ചെയ്ത സെലക്ഷൻ കമ്മിറ്റി 30 ലക്ഷം രൂപ ചോദിച്ചു. എനിക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല. കഴിവുണ്ടായിട്ടും പണമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെന്നെ പുറത്താക്കി. സ്പോർട്സിൽ കഴിവും വിശ്വാസമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. ഞാൻ ഇപ്പം എടുത്ത ഈ തീരുമാനം ചിലർക്ക് മണ്ടത്തരമായിട്ട് തോന്നാം. എന്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞതിന് ശേഷം വെറും ഒരു മനുഷ്യജീവനായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എനിക്കെതിരെ ഉണ്ടായ അനീതി മീഡിയയും ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഇപ്പൊ സെലക്ഷൻ കമ്മിറ്റി ഹെഡായിരിക്കുന്ന മുകേഷിനെ മാറ്റണം. എന്റെ സഹോദരി ഒരു കബഡി പ്ലെയറാ. ഞങ്ങൾ രണ്ടുപേരും ട്വിൻസാണ്. മോളെ, അച്ഛനെ നോക്കിക്കോണേ. സോറി അച്ഛാ. എന്തേട്ടാ? ഇന്ത്യൻ ടീമിൽ സെലക്ട് ആയില്ലെന്നും പറഞ്ഞ് നമ്മുടെ വിദ്യ വേഷം കഴിച്ചു. എന്തായി പറയുന്നേ? എന്നാളും നിന്നാലെ വയ്യാതെന്നാൽ അത് ആരാലും ഒരു നാളും ആവാതെടി. വിദ്യ ദാ സാറ്. നീ എന്തൊരു വണ്ടിയാടി? നീ ചത്തുപോയാല് ഇതെല്ലാം മാറിപ്പോകുന്നാണോ? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. ഈ ലോകത്ത് കഷ്ടപ്പാടുകളിൽ നിന്ന് പേരെടുത്ത് ജയിച്ചവരാണ് അധികവും. ഒരു കാലത്ത് അവരൊക്കെ അവഗണിക്കപ്പെട്ടവരായിരുന്നു. ധീരന്മാരെന്നുള്ള ഈ വാക്ക് 2 വിഭാഗത്തിലാണുള്ളത്. ഒന്ന് സൈന്യത്തിലും പിന്നൊന്ന് കളിക്കളത്തിലും. നീ മരിച്ചു പോയിട്ട് മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുമെന്ന് കരുതണ്ട. ജീവനോടെ ഇരുന്ന് കഷ്ടപ്പെട്ട് പോരാടി ജയിച്ച് 100 പേർക്ക് ജീവിതം കൊടുക്കണമെന്ന് നീ തീരുമാനിക്കണം. ദാറ്റ്സ് എ സ്പോർട്സ്മാൻ ആറ്റിറ്റ്യൂഡ്. കബഡിയെ അവൾ ജീവനത്തിനെ സ്നേഹിച്ചതുകൊണ്ട് അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങൾ പോവാ. എന്റെ മോളെ കടം മേടിച്ചെങ്കിലും ഞങ്ങൾ കെട്ടിച്ചു വിട്ടോളാം. കബഡി ഒന്നും വേണ്ട സാറേ. എന്തെങ്കിലും തട്ടത്തി വീഴുന്ന പൈസ കൊണ്ടാ ഞാൻ കുടുംബം നടത്തുന്നത്. എവള് കബഡിക്ക് പോയാ സ്പോർട്സ് കോട്ടെ ജോലി കിട്ടുമെന്ന് കരുതി അവളെ അങ്ങോട്ട് അയച്ചത്. പക്ഷേ അവിടെയും പൈസ ചോദിക്കുക സാർ. ഞങ്ങളെ വിട്ടേക്ക് സാറേ. എന്നാളും നിന്നാലെ വയ്യാതെന്നാൽ അത് ആരാലും ഒരു നാളും ആവാതെടി. എന്നാളും നിന്നാലെ വയ്യാതെന്നാൽ അത് ആരാലും ഒരു നാളും ആവാതെടി. ഇന്നോടെ ഈ ലോകം ഇല്ലാതായി പോകില്ലൊരു നാളും. നെഞ്ചോടും നിന്നുയിരോടും വിട്ടു പോകില്ലൊരു നാളും നീ നേടിയ നിൻ കഴിവ്. എന്നാളും നിന്നാലെ വയ്യാതെന്നാൽ അത് ആരാലും ഒരു നാളും ആവാതെടി. എന്നാളും നിന്നാലെ വയ്യാതെന്നാൽ അത് ആരാലും ഒരു നാളും ആവാതെടി. നോവുകളേൽക്കാതെ ഒരു നേട്ടം വരുമോ? തീയതിലെറിഞ്ഞാലേ പൊന്നിൻ തിളക്കം ഒരു നാളും തളരാതെ ഒരു നാമി
എന്നാളും നിന്നാലെ വയ്യാതെന്നാലത് ആരാലും ഒരു നാളും ആവാതടി. എന്നാളും നിന്നാലെ വയ്യാതെന്നാലത് ആരാലും ഒരു നാളും ആവാതടി. हेलो सर मैं विश्वनाथ बात कर रहा हूँ सर। हाँ बोलो। सर वो सदर्न रेलवे प्लेन मुकुंदानंद है ना सर? हाँ। वो आपसे मिलना चाहता है। क्यों? वो वापस टीम में आना चाहता है सर। മുകുന്ദാനന്ദ്, ഇതൊട്ടും ശരിയല്ല. നീ ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്നത് ഐ ഡോണ്ട് ലൈക്ക്. എനിക്കിഷ്ടപ്പെട്ടത് നിന്റെ അഹങ്കാരമാണ്. ഇതുപോലെ കറക്റ്റ് സർ. എനിക്ക് ചേർന്നത് എൻ്റെ അഹങ്കാരം തന്നെയാ. ഇപ്പം ഞാൻ സാറിനെ കാണാൻ വന്നത് വീണ്ടും എന്നെ കബഡി ടീമിൽ ചേർക്കണമെന്ന് പറഞ്ഞ് കെഞ്ചാൻ വേണ്ടിയല്ല സർ. നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വന്നതാ. എന്താ സാർ ഇങ്ങനെ നോക്കുന്നേ? ഡൗട്ടൊന്നും വേണ്ട. നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ പോവാ. അടുത്ത 3 മാസത്തിനകം ഈ പോസ്റ്റിൽ നിന്ന് നീ തെറിച്ചിരിക്കും. ഇനി കാലെടുത്ത് മോളി വെച്ചോ. അടുത്ത ഫ്രൈഡേ ഡൽഹിയിൽ ഓൾ ഇന്ത്യ മാച്ച് നടക്കുന്നുണ്ട്. സ്പോർട്സ് മിനിസ്റ്റർ വരുന്നുണ്ട്. മീഡിയാസ് മുഴുവൻ അവിടെ കാണും. മുകേഷ് റാത്തോറും അവിടെ ഉണ്ടാവും. അവൻ കാണിച്ച അഴിമതി പുറത്തു കൊണ്ടുവരാൻ പറ്റിയ സ്ഥലം അത് തന്നെയാ. കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. കളിക്കണമെങ്കിൽ ടീം വേണ്ടേ നമുക്ക്? എന്താ സാർ ഈ പറയുന്നത്? കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം സാർ. നീ വേണമെങ്കിൽ ശ്രമിച്ചു നോക്ക്. ഇപ്പം നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നിങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നുണ്ടോ? പറയേ. അല്ല കോച്ച്, എന്ത് ചെയ്താലും പൈസ ചോദിക്കുമല്ലേ? പണം ചോദിക്കും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പണം ചോദിക്കുന്നവനെ നമ്മൾ അവിടെ നിന്ന് മാറ്റണം. വീണ, നീ എത്ര വർഷമായിട്ട് കബഡി കളിക്കുന്നുണ്ട്? 8 വർഷമായി കോച്ച്. ഈ 8 വർഷത്തിനുള്ളിൽ എത്ര മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാവും, എത്ര വട്ടം വീണിട്ടുണ്ടാവും, എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ആദ്യം അരനിക്കർ വിട്ട് കബഡി കളിക്കാൻ ഇറങ്ങിയപ്പോൾ എത്ര നാണിച്ചിട്ടുണ്ടാവും. എത്ര പേര് മോശമായിട്ട് നോക്കിയിട്ടുണ്ടാവാം, മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവാം. അതൊക്കെ തരണം ചെയ്തല്ലേ നിങ്ങൾ കളിക്കാൻ വന്നത്. ഇപ്പൊ ഏതോ ഒരു കാരണത്തിന്റെ പേരിൽ കബഡി തന്നെ വേണ്ടെന്ന് വെച്ചാലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ശരിയായ സ്പോർട്സ്മാൻ അവന്റെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു റെഫറിയായോ ഒരു കോച്ചായോ ഒരു ഗ്രൗണ്ട്മാനായോ ഗ്രൗണ്ടിൽ തന്നെ എപ്പോഴും കാണും. നിങ്ങളെപ്പോലെ ഓടിപ്പോയി എവിടെ ഒളിക്കില്ല. നിങ്ങളെല്ലാവരും ഇപ്പൊ കബഡി വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അടുത്ത തലമുറയിൽ ഈ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പോലും ആരും കബഡി കളിക്കാൻ വേണ്ടി അയക്കില്ല. നിങ്ങളാരും ബംഗ്ലാവ് വാങ്ങാനോ കാറ് വാങ്ങാനോ ഫ്ലൈറ്റിൽ പോകാനോ ഒന്നും വേണ്ടിയല്ലല്ലോ കളിക്കാൻ വന്നത്. നിങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ലേ കളിക്കാൻ വന്നത്. ദിവസവും രാവിലെയും വൈകുന്നേരവും 3 മണിക്കൂർ വീതം പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു നല്ല ദിവസം പോലും TV പോലും കാണാൻ പറ്റാതെ മറ്റ് പെൺകുട്ടികളെ പോലെ സിനിമ, പാർക്ക്, ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കറങ്ങാതെ എത്ര നാൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട്. നിങ്ങൾ ജയിച്ചില്ലെങ്കിൽ പിന്നെ ആർക്ക് ജയിക്കാൻ പറ്റും? വീണ ഇടം പോലും അറിയാതെ എഴുന്നേൽക്കുന്നവനാണ് ശരിയായ സ്പോർട്സ്മാൻ. ദാറ്റ്സ് എ സ്പോർട്സ്മാൻ ആറ്റിറ്റ്യൂഡ്. ഇല്ല കോച്ച്, നിങ്ങൾ എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തൊന്ന് നേരിട്ട് പറയണം. നിങ്ങളുടെ മോളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ കളിക്കാൻ അയച്ചത്. വീണ്ടും അവരെ കളിക്കാൻ അയച്ചില്ലെങ്കിൽ താൻ വിചാരിച്ച ലക്ഷ്യത്തിലെത്താനാവാതെ അവസാനം തോറ്റുപോയ മനുഷ്യനായിട്ടാവും ചാവുക. അമ്മേ, കളിക്കളത്തിൽ കൈകാലൊടിഞ്ഞവരുണ്ട്, എന്തിന് മരിച്ചു പോയവരെ ഉണ്ട്. അതുകൊണ്ട് ആരും തന്നെ കളിക്കാതിരിക്കുന്നുമില്ല. നിങ്ങളുടെ മോള് ഡൽഹിയിൽ കളിക്കാൻ പോകുന്നത് നിങ്ങളുടെ മോൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിൽ വരുമാനത്തിൽ താഴെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടിയാ. മോനെ വിദ്യക്ക് പറ്റിയതുപോലെ. എന്താ അമ്മ ഈ പറയുന്നേ? വിദ്യ മരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ് അവൾ മരിക്കാൻ തീരുമാനമെടുത്തത്?
അവൾക്ക് അവസരം കിട്ടാതിരുന്നുകൊണ്ടാണ് അവൾ തീരുമാനമെടുത്തത്. നിങ്ങളുടെ മോളെ പോലെ പല പെൺകുട്ടികൾക്കും അവസരം കിട്ടാൻ വേണ്ടിയാണ് അവൾ തീരുമാനമെടുത്തത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതാ നോക്ക്, ഡൽഹിയിൽ നടക്കുന്ന മാച്ചിൽ നമ്മൾ ജയിച്ചേ മതിയാകൂ. അപ്പോഴേ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള മുകേഷിനെ നമുക്ക് മാറ്റാൻ കഴിയും. നിങ്ങളുടെ മകൾ ജയിക്കാനായി ജനിച്ചവളാ. ഉറപ്പായിട്ട് അവൾ ജയിക്കും. വിശ്വാസത്തോടെ അയക്ക്. നാളെ രാവിലെ ഗ്രൗണ്ടിൽ നിങ്ങളുടെ മോളെയും കാത്ത് ഞാൻ നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ അയക്കുമെന്ന് വിശ്വാസം എനിക്കുണ്ട്. പറട്ടെ പറട്ടെ അമ്മേ. ഇന്ന് രാത്രി 9 മണിക്ക് ചെന്നൈക്ക് ബസ്സിൽ പോകണം. അവിടുന്ന് ടൊറൻഡോ എക്സ്പ്രസ്സിൽ ഡൽഹിക്ക് പോകണം. റെഡിയല്ലേ? വരുന്ന ഫ്രൈഡേ നമുക്ക് മാച്ച് ഉണ്ട്. ഓക്കെ? നമുക്ക് ജയിച്ചേ പറ്റൂ. എവിടെ? കല്യാണി കണ്ടില്ലല്ലോ. ഇന്ന് അമ്പലത്തിൽ വെച്ച് കല്യാണിയുടെ കല്യാണമാണ് സർ. ഇത് കല്യാണം കഴിഞ്ഞതുകൊണ്ടുള്ള കണ്ണീരല്ല സർ. സ്നേഹിച്ചവനെ കല്യാണം കഴിച്ചുകൊണ്ടുള്ള ആനന്ദ കണ്ണീരാണ് സർ. മാച്ച് എപ്പോഴാണെന്ന് പറയൂ സർ. അല്ല, നിന്റെ ഹസ്ബൻഡ്? എന്റെ ഹസ്ബൻഡോ? ഡാ നിന്നെ വിളിക്കുന്നു. ഇങ്ങോട്ട് അതായത് ഇങ്ങനെ പരസ്യമായിട്ട് ഇടപെടാന്ന് വിളിക്കല്ലേ? സാറാണ് കോച്ച്. കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കും. അതൊന്നും വേണ്ട. വരുന്ന വെള്ളിയാഴ്ച ഡൽഹിയിൽ മാച്ച് ഉണ്ട്. പോയിട്ട് വരാൻ 10 ദിവസം. ഓക്കെ അല്ലേ? സാർ കൂട്ടിക്കൊണ്ട് പോയിക്കോ. അല്ല, വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞില്ല സാർ, കൂട്ടിക്കൊണ്ട് പോയിക്കോ. വെള്ളിയാഴ്ചയാണ് മാച്ച്. എങ്കിലും ഇന്ന് രാത്രി തന്നെ പുറപ്പെടണം. ഇന്ന് രാത്രിയാണോ സാർ? സാറില്ല സാർ, കൂട്ടിക്കൊണ്ട് പോയിക്കോ. കൊണ്ടുപോയിക്കോ സാർ. അല്ല, ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്. അതാ ഞാൻ കാത്തിരിക്കാൻ തീരുമാനിച്ച അന്ന് മുതൽ കാലം എത്ര കഴിഞ്ഞാലും ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരിക്കും സാർ. കവിതയാ സാർ? കുട്ടിക്കാലത്ത് എന്റെ അപ്പൂപ്പൻ കഞ്ഞി വെക്കാൻ അരിവാകണമെന്ന് പറഞ്ഞ് കടയിലേക്ക് അയച്ചു. കടക്കാരൻ പച്ചരി വേണോ കുത്തരി വേണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ദാ ഈ കാണുന്ന തുമ്പപ്പൂ ചോറ് മതി എന്ന് പറഞ്ഞു. നീ ഇങ്ങനെ വെളിവില്ലാതെ സംസാരിക്കാതെ. ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ്. സാർ, എനിക്കാണോ സാറിനാണോ ഫസ്റ്റ് നൈറ്റ്? കൂട്ടിക്കൊണ്ടു സാർ, കൂട്ടിക്കൊണ്ടു പോകാനല്ലേ പറഞ്ഞേ? ഓ മോളെ, നിന്റെ വീട്ടിൽ ഞാൻ തന്നെ പറയുന്നേ. എന്റെ വീട്ടിൽ ചോദിച്ചാൽ എന്താ പറയാ? ഐഡിയ. സാർ, കുട്ടിക്കാലത്ത് കല്യാണി ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കൊടൈക്കനാലിൽ വെച്ച് നടത്തുന്ന സത്യം ചെയ്തതാ. എപ്പോഴാ? വയസ്സറിയിക്കുന്നു. അയ്യോ സാർ, ഞാൻ ഫ്ലോയിൽ പറഞ്ഞു പോയത്. ദൈവത്തോട്ട് ബ്ലോക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു കേൾക്ക്. അതുകൊണ്ട് കൊടൈക്കനാലിൽ പോവാണെന്ന് പറഞ്ഞ് രാവിലെ 6 മണിക്ക് ഞാനുള്ള കൂട്ടിക്കൊണ്ട് വരാം സാർ. എന്നെ ഒന്ന് വിശ്വസിക്കും സാർ, പ്ലീസ്. വിശ്വസിക്കുന്നടാ, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. അല്ല, നിന്റെ പേര് രാജകുമാരൻ സാർ? ഇല്ലേ, ഇവിടെ ബാനർ ഒന്നും വെച്ചിട്ടില്ലല്ലോ. അല്ല, എന്റെ പേര് സാറിന് എങ്ങനെ അറിയാം? അല്ല നീയ, ഈ ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം രാജകുമാരന്മാരാ. ഓ, അതായിരുന്നോ? അതെ. വളരെ അഭിമാനമുണ്ട് സാർ. സന്തോഷമായോ? അതെ സാർ, താങ്ക് യു സാർ, താങ്ക് യു. കറക്റ്റ് ആളെ നീ കണ്ടുപിടിച്ചത്. കല്യാണി, നീ ഇങ്ങോട്ടേ പോകുന്നേ? ഫസ്റ്റ് നൈറ്റ് ഇല്ല, പാലുമ്പഴങ്ങളിൽ കഴിച്ചിട്ട് പോടി. ഡ്രോപ്പ് ചെയ്തിട്ട് വരാടാ. നടന്നു തന്നെയല്ലേ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്? ദേഷ്യപ്പെടണ്ട, പോയിട്ടോ ചെല്ല്. ഇന്ന് രാത്രി പോണെന്ന് നിങ്ങൾ പോകുന്നില്ലേ? ചെല്ല് പോയിക്കോ. ഫസ്റ്റ് നൈറ്റ് ഒറ്റയ്ക്ക് ആഘോഷിക്കേണ്ടി വരുമല്ലോ. പിന്നെ പെണ്ണു വീട്ടിലാണ് നടക്കുന്നത്. നിങ്ങൾ എന്താ ആചാരം മാറ്റിയാണോ? വേലയും കൂലിയില്ലാത്ത ഓരോരുത്തന്മാരും വന്ന് സംസാരിച്ചോളും. മാങ്ങാത്തൊലി. വാ രാജകുമാര. ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ? ഇല്ല, ലേറ്റ് ആയില്ല. ഓൺ ടൈമിൽ തന്നെ വന്നു. സൂക്ഷിച്ചൊക്കെ കളിക്കണേ. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടില്ല. അനിയ, നിന്റെ ക്യാരക്ടറിനെ പറ്റി അടുത്ത തലമുറയും സംസാരിക്കൂടാ. അവരൊന്നും സംസാരിക്കണ്ട. ഡെയിലി ഒരു 2 മിനിറ്റ് എന്റെ കല്യാണം എന്നോട് ഫോണിൽ സംസാരിച്ചാൽ മാത്രം മതി. അനിയ രാജകുമാര, 2 മിനിറ്റ് അല്ല 2 മണിക്കൂർ നിന്റെ രാജകുമാരി നിനക്ക് സംസാരിക്കാൻ തരാം. കേട്ടാ മതി. രാജകുമാരി വണ്ടിയിൽ പോയിക്കോ. പോയിട്ട് വരാടാ. കല്യാണി, ഒരു മിനിറ്റ്.
ദേ ഈ കാശ് പിടിച്ചോ. എന്താ? ഇരിക്കട്ടെ. മതി പോടാ. എന്റെ ATM കാർഡ് എവിടെ വെച്ചേ? ദാ ഇത് പിടിച്ചോ. മതി പൊയ്ക്കോ. ഇതിപ്പോ അപ്പൊ മോതിരം മോതിരം എവിടാ? മോതിരം എടാ, പിടിച്ചോ. ഞാൻ എന്നിട്ട് മോതിരം അല്ലേടാ? അത് നിന്റെ ഇരിക്കട്ടെ. ഞാനിത് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാ. മതിയടാ, നീ ചെല്ല്. നാട് വിട്ട് ഓടി വന്ന എല്ലാ പ്രണയത്തെയും ഓടി ഓടി ഒന്നാക്കിയ നിങ്ങൾ നാടാകെ പൂവിതറി ആഘോഷിച്ച ഞങ്ങളുടെ പ്രണയം നശിപ്പിച്ചു കളഞ്ഞല്ലോ. സാർ ടിക്കറ്റ് പ്ലീസ്. സാറേ എൻ്റെ ID. सर केनेडी क्लब फ्रॉम तमिलनाडु. केनेडी क्लब तमिलनाडु. हाँ, कितने मेंबर्स? 15 मेंबर्स. अरे ये क्यों आया यार? ये आपके रूम का कीज. थैंक यू. हाँ, बोलिए जी सर. ये तमिलनाडु वाले जो टीम है ना, हाँ सर. इन लोगों को चाबी इतनी जल्दी मत देना. थोड़ा इनको घुमाओ, थोड़ा तखाओ इनको, बिठाओ थोड़ा. ओके सर. सर थोड़ा सा कंफ्यूजन. वो जरा कीज वापस कीजिए ना. मैं आपको अलॉट करता हूँ. 5 मिनट वेट कीजिए. क्या हुआ? नमस्ते साहब. हाय विनोद. सर ये मुकुंदानंद तमिलनाडु टीम का कोच बन के आया सर. जैसे मैं कहता हूँ ठीक वैसे ही करो. അയ്യോ എനിക്ക് വിശക്കുന്നേ. गुंडुमोളെ की എപ്പോ കിട്ടും? 5 मिनट बस 5 मिनट वेट करो. तमिलनाडु के कोच कौन है यहाँ पर? सर कोच मीटिंग के लिए आपको अंदर बुला रहे हैं. എന്താ തമാശ കളിക്കുക? ഒരു മണിക്കൂർ നേരമായിട്ട് കീ തരാതെ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുക. ആരും ബാത്റൂമിൽ പോലും പോകാതെ കുത്തിയിരിക്കുക ഇവിടെ. ഇപ്പൊ കോച്ച് മീറ്റിംഗ് എന്ന് പറഞ്ഞ് എങ്ങനെ വരാൻ मैं പറ്റും? क्या करूँ सर? मीटिंग से बात कर लीजिए. अंदर आ जाइए आप. गुड मॉर्निंग एवरीबडी. मॉर्निंग सर. आई एम सॉरी, देयर इज एन अनाउंसमेंट. जो शेड्यूल 5 दिन का था वो अब हमको 3 दिन में करना पड़ेगा. और जो लीग मैचेस है वो नॉकआउट में चेंज हो गया है. सर ये क्या बात हुई? लीग मैच बोल के आपने इसको अचानक नॉकआउट कर दिया. उसमें हमारा कोई हाथ नहीं है. वो मिनिस्टर की प्रोग्राम के हिसाब से हमें एडजस्ट करना पड़ा. आई एम सॉरी. एनीवेज आप लोगों को ये डिटेल्स ईमेल में भेज दिया था ना हम लोगों ने. तो जिन लोगों ने नहीं पढ़ा आई जस्ट रीड द शेड्यूल अगेन फॉर यू पीपल. फर्स्ट मैच केरला वर्सेस तमिलनाडु. सेकंड मैच दिल्ली और हरियाणा का होगा. 6 PM कर्नाटका वर्सेस. सर 1 मिनट. हम लोग लगभग 2000 किलोमीटर ट्रैवल करके आए सर. ठीक से नींद, खाना और आराम नहीं मिला सर. अब 2 घंटे से मैच है तो कैसे खेलेंगे सर? सभी खिलाड़ी थक गए हैं सर. अरे पर ये केरला वाले टीम भी तो आपके साथ आई है. ये लोग तो कंप्लेन नहीं कर रहे हैं. क्यों? लीग में एक मैच आ गया तो अगला मैच में खबर कर सकते हैं सर. स्ट्रेट नॉकआउट मैच में ये बिल्कुल नहीं हो सकता है सर. ये 3 दिन के अंदर ये लीग मैच को कैसा खेलने हमें प्लान करते हैं. मिस्टर मुकुंदानंद, मैच लीग होंगे या नॉकआउट ये डिसाइड करने के लिए आप लोगों को इधर नहीं बुलाया है. द डिसीजन हैज बीन मेड. मैचेस सारे नॉकआउट होंगे. आपको अगर इससे कोई प्रॉब्लम है यू कैन गिव ए वॉक ओवर एंड वॉक आउट फ्रॉम हियर. ये लीजिए. മഗ് മാത്രം തരുന്നത്. हाँ, बकेट नहीं है, थोड़ा एडजस्ट कर लेना. ബക്കറ്റ് കുളിക്കാനുള്ളത് കുളിക്കാൻ. बकेट नहीं है, बकेट खत्म हो गया है, इसलिए थोड़ा एडजस्ट कर लेना. എന്തൊക്കെയാ കിടന്ന് പറയുന്നത്? നിനക്ക് എന്തെങ്കിലും മനസ്സിലാകും നോക്കിയേ. भाई बकेट नहीं है, सिर्फ मग है. एनीवे तमिलनाडु टीम ना आज रात को गोइंग, थोड़ा एडजस्ट करो ना. തമിഴ്നാട് ടീമാ ഞങ്ങൾ എല്ലാം तमिलनाडु यू गोइंग. തമിഴ്നാട്ടിൽ പോവാനാ? ഏതമ്പലത്തില്? മീനാക്ഷി അമ്പലത്തിൽ? അതോ തിരിച്ചെന്ത്? മെയ് മാസം പോകാൻ വേണ്ടി ഇപ്പൊ എന്തിനാ ഞങ്ങളെ ജീവൻ എടുക്കുന്നേ? നമ്മൾ തോറ്റുന്ന രാത്രി തന്നെ വണ്ടി കയറും. ബക്കറ്റ് ഒന്നും കിട്ടില്ല. ഇനി നാട്ടിൽ പോയി കുളിച്ചാ മതി. സാറേ എന്താണ് അവര് പറയുന്നത്? ലീഗ് ഒന്നും കിട്ടില്ല. സ്ട്രേറ്റ് നോക്കൗട്ടാ. ഫസ്റ്റ് മാച്ച് നമ്മളും കേരളമായിട്ട് വെച്ചിരിക്കുക. അതും ഇപ്പൊ 4 മണിക്ക്. എന്താടാ മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇതൊക്കെ? വേണോന്ന് വെച്ച് തന്നെ ചെയ്യുക. ശരി നോക്കാം നമുക്ക്. ആ പിള്ളേരെ വാ, ഭക്ഷണം കഴിക്കാം. ഇനി മാച്ചിന് 1 മണിക്കൂറേ ഉള്ളൂ. ഹെവി ആയിട്ട് ആരും ആഹാരം കഴിക്കരുത്, മനസ്സിലായോ? രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല, നല്ലതുപോലെ വിശക്കുന്നുണ്ട്. രാത്രി നിനക്ക് കഴിക്കാൻ മോളെ, വെയിറ്റ് ചെയ്യേ. സാറേ എനിക്കും അങ്ങനെയാണോ? നിനക്ക് അങ്ങനെ റൂൾസ് ഒന്നും ഇല്ലടാ. നീ തട്ടിക്കോ. ഇങ്ങോട്ട് എടാ കുറച്ചുകൂടെ താടാ ഇങ്ങോട്ട്. ഞാൻ തരാടാ, നീ പോ.
ചിക്കൻ എന്താണ് 3-4 ദിവസം ജോളിയായിട്ട് ഡൽഹിയൊക്കെ കണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകാൻ വന്നതാണോ? പാവം പുള്ളി ഇന്ന് തന്നെ തിരിച്ചു പോകുന്നാ തോന്നുന്നത്. टीम मैनेजर्स ने तुमसे कुछ पूछा तो नहीं है ना? नहीं सर. देखो तुम्हें टेंशन लेने की कोई बात नहीं है, सारे जुगट कर लिया है. नॉकआउट में तमिलनाडु, कर्नाटका, पुणे, ओडिशा, राजस्थान, बिहार, जम्मू कश्मीर और मुंबई, ये टीम सब बाहर हो जाएगा. हाँ सर. सेमीफाइनल में हरियाणा की टीम, पंजाब की टीम, दिल्ली की टीम और ईस्टर्न रेलवे की टीम आएगी. इस बात का ध्यान रखना है. नॉकआउट, क्वार्टर फाइनल. കൂടുതലായിട്ട് ആലോചിക്കാനൊന്നുമില്ല, മനസ്സിലായോ? മുകേഷ് റാത്തോർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ ടൂർണമെന്റ് ജയിക്കുകയാണെങ്കിൽ കോമൺവെൽത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ അവസരം കിട്ടും. കേട്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മൾ ഫസ്റ്റ് മാച്ചിൽ തന്നെ തോറ്റു പോകുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൺ സൈഡായിട്ട് ജയിക്കണം. ഈ 20-18, 30 അങ്ങനെ ഒന്നും നേടാൻ പാടില്ല. അടിച്ച 30-40 ഒക്കെ ലീഡ് നിൽക്കണം. അവരുടെ എല്ലാവരുടെയും നോട്ടം നമ്മളിലേക്ക് തിരിച്ചുവിടണം. മണ്ട, ഓൾ ഇന്ത്യ ലെവലിൽ ആദ്യമായിട്ട് കളിക്കാൻ വന്നിരിക്കുക. നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് അവർക്കറിയില്ല. ബിഗിനിങ്ങിലെ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് അവർ അറിയിക്കരുത്. പറയുന്നത് ചെയ്യേ. വീണ, ഒരു കാര്യം ഓർമ്മ വേണം. നമ്മൾ ജയിച്ച് കപ്പ് വാങ്ങാൻ വേണ്ടിയല്ല ഇവിടെ വന്നത്, നമ്മുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയാണ് വന്നത്. അവസാന വട്ടം തിരികൊളുത്തുമ്പോഴുള്ള ഗൗരവം ആദ്യ വട്ടം തിരികൊളുത്തുമ്പോഴും വേണം. നമ്മളിവിടെ വന്ന ഉടനെ മനഃപൂർവ്വം ലീഗ് മാച്ചല്ല നോക്കൌട്ട് മാച്ചാക്കി മാറ്റിക്കളഞ്ഞു. മുമ്പോട്ട് പോകുന്നവർ എന്തെല്ലാം ട്രബിൾ അവർ തരുമെന്ന് പറയാൻ പറ്റില്ല. മീഡിയാസ് മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗെയിം നമ്മൾ കളിക്കുമ്പോൾ മൊത്തം സപ്പോർട്ടേഴ്സിനെ നമ്മുടെ ഭാഗത്തേക്ക് തിരിക്കണം. സോ വൺ സൈഡായിട്ട് ജയിക്കണം. ശരി കോച്ച്. സാറ് പറയുന്നത് കേൾക്കണ്ട. ഓക്കെ. പോയി എല്ലാവരോടും പറയും. देवियों और सज्जनों, आप सबका हार्दिक स्वागत है 25वां नेशनल विमेंस कबड्डी चैंपियनशिप में. यहाँ पे 24 राज्यों से टीम्स आई हुई हैं और बहुत रोमांचक खेल होने वाला है. पहला मैच जो है तमिलनाडु की टीम का केरला टीम के खिलाफ है. केरला टीम की कैप्टन निशा जी पहला राइड ले रही है और वो अपनी टीम के लिए पहला पॉइंट जीत चुकी है. तमिलनाडु कैप्टन जीवा अपनी टीम के लिए 1 पॉइंट जीत चुकी है. വീരമേറ്റണം, നാല് പേരും തെറിപ്പിച്ചിടണം, ശ്വാസമടക്കി ജയിച്ചു കാട്ടണം. പാടി വന്നവൻ തിരിച്ചു പോകാതെ തളച്ചിടണം ഇന്നാള്. ആവി പറക്കും കളത്തിൽ നിന്നുടെ ആട്ടം മുഴുവൻ കാട്ട്. കാൽ പതറട്ടെ, ആളടിക്കട്ടെ, പല്ലുരിക്കട്ടെ, തള്ളി വീട്. കാലുറപ്പിച്ച് കൈ പെരുപ്പിച്ച് നീ വീരാട്ടം ആട് ആട്. പിള്ളേരോട് ടൈം പാസ് ചെയ്ത് കളിക്കാൻ പറഞ്ഞു. ഇതുപോലെ വൺ സൈഡ് തന്നെ കളിക്കും. അവളായിട്ട് പോയതാ. ടൈം ഔട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചേഞ്ച്. ദീപയ്ക്കും ഈ ലീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. തുടങ്ങി വെക്കു നീ, മുരട്ടുകാള ഇറങ്ങി നിൽക്കണ്. ജീവൻ വേണമെങ്കിൽ ഓടി പോകടാ, ഉടല ഉടച്ചു തുകലൊഴിക്കടാ. പാടി വന്നവൻ തിരിച്ചു പോകാതെ തളച്ചിടണം ഇന്നാള്. ആവി പറക്കും കളത്തിൽ നിന്നുടെ ആട്ടം മുഴുവൻ കാട്ട്. കാൽ പടവട്ടെ, ആളടിക്കട്ടെ, പല്ലുരിക്കട്ടെ, തള്ളി വീട്. കാലുറപ്പിച്ച് കൈ പെരുപ്പിച്ച് നീ വീരാട്ടം. എന്താ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് നിങ്ങളോട് ടൈം പാസ് ചെയ്ത് കളിക്കാൻ പറഞ്ഞതല്ലേ? നിങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ കളിക്കുക. സോറി സർ. അച്ഛാ, അവളെ അടിക്കരുത്. എല്ലാ കോച്ച് പറഞ്ഞ പോലെ ഞങ്ങൾ കളിച്ചത്. നേരത്തെ ക്യാപ്റ്റനെ വിളിച്ച് വൺ സൈഡ് ഗെയിം കളിച്ചാൽ മതിയെന്ന് കോച്ച് തന്നെയാ പറഞ്ഞത്. എന്നെ എതിർക്കാൻ മാത്രം നീ എത്ര വലിയ ആളായി പോയല്ലേ? ഗെറ്റ് ഔട്ട്. പുറത്തു പോടാ, പോടാ പുറത്ത്. ആശാനെ, വീട്ടിൽ നിന്ന് ഫോൺ.
കോച്ചിൻ്റെ അടുത്തെല്ലാം ഞാൻ ഇപ്പോഴാ പറഞ്ഞത്. സാറിനോട് അവൾ അറിയാതെ പറഞ്ഞേ. സോറി കോച്ച്. കൂൾ. ഇതൊക്കെ എന്താ അടി? ചെറുപ്പത്തിൽ സാറിൻ്റെ നിന്ന് എന്തുമാത്രം അടി വാങ്ങിയിട്ടുണ്ടെന്നറിയോ? അതൊക്കെ തൂത്ത് കളഞ്ഞിട്ട് അങ്ങ് പോവും. അതൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ചേക്കരുത്. ഞാൻ പറയുന്ന ഗെയിം മാത്രം കളിക്കുക നിങ്ങൾ. ദാ വരുന്നത് കണ്ടോ? എന്താ ഏട്ടാ, സാറ് സമാധാനിപ്പിക്കാൻ പറഞ്ഞു വിട്ടുകാണോ അല്ലേ? വാ 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 വാ, വഴിമാറി കൊടുക്ക്. ശരി, ഞങ്ങൾ സമാധാനമൊക്കെ പറഞ്ഞിട്ട് വരാം. വാ ഏട്ടാ. ആട്ടെ, സാർ സമാധാനം പറഞ്ഞിട്ട് വാ. പോക്കോ. मैं नहीं जानता तुम विनोद को कैसे मैनेज करोगे, लेकिन क्वार्टर फाइनल में तमिलनाडु शुड बी प्ले इन दिल्ली. तमिलनाडु और दिल्ली का मैच कैसा हो सकता है सर? वो दूसरे ग्रुप में है. I don't care विनोद, मुझे ज्ञान मत दो, just do it. Like I said, quarter final has to be Tamil Nadu in Delhi. Tamil Nadu has to lose. മൂന്നാ ഷെഡ്യൂൾ പ്രകാരം ക്വാർട്ടർ ഫൈനലിൽ മഹാരാഷ്ട്ര കൂടെയല്ലേ കളിക്കാനുള്ളത്. ഇപ്പൊ എന്താ ഡൽഹിയിലൂടെ കളിക്കുന്നത്? അപ്പോ നമ്മൾ 3 മാച്ച് ജയിക്കണം. ക്വാർട്ടർ ഫൈനല്, സെമി ഫൈനല്, ഫൈനല്. അതിന് ഏത് ടീമിന്റെ കൂടെ കളിച്ചാലും ശരി, നമ്മൾ ജയിച്ചേ മതിയാവും. അതെ, ഒന്ന് നിന്നേ. ഒരു മിനിറ്റ്, നിങ്ങൾക്കും ഡൽഹിക്കുമാണ് ക്വാർട്ടർ ഫൈനൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെ. അത് പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഡൽഹി റെഫറിമാരെല്ലാം ഒത്തുചേർന്ന് ഒരു സൈഡിൽ വിസിലടിച്ച് നിങ്ങളെ തോൽപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കുറച്ച് സൂക്ഷിക്കണേ. ബി കെയർഫുൾ. ശരി, ഞങ്ങൾ നോക്കണം. നീ വന്നിടും കാലിടറും കട്ടായം എൻ കരുത്തു നീ അറിയും തോൽവീതു പന്തായം തീയെറിയും മനസ്സുമായി ജയിക്കാനിരിപ്പൂ ചുടലുകാരിലും വയലും അടിയോടടിക്കൂ മുന്നേ വന്നാൽ വഴിവിട് വിലക്കം നിന്നാൽ അടികൊട് പൂവു പോലെ നിനച്ചത് കരിപുലി പോൽ കുതിച്ചത് വീരമുള്ളവർ കളിച്ചിടും കളി ശ്വാസമടക്കി കളിച്ചിടും കളി വേട്ടപ്പുലിയെ പിടിച്ചിടും കളി പോരിനിറങ്ങും കബഡിക്കൂട്ടമായി ആണടക്കണം പെണ്ണടങ്ങണം എഴുതി വച്ചവനാര് ആണിനൊത്തിടും പിൻബലം കണ്ടി ജയിച്ചിടും ഇവളാര് കാൽ പകരിടുമാടഴിച്ചിടും പൽകൊഴിച്ചിടും ചൊല്ലിവിട് കാലുറപ്പിച്ച് കൈ പെരുപ്പിച്ച് നീ വിഹടമാടുകാട് ഇനി സമയമുള്ളപ്പോ നിങ്ങൾ എന്തിനാ കളി നിർത്തിയത്? ശരിയല്ല. ഇനി ടൈം ബാക്കി നോക്ക്, നിങ്ങൾ ടൈം നോക്ക്. ഇത് ഒരിക്കലും സംഭവിക്കില്ല. ടൈം ഇനി ബാക്കിയുണ്ട്. പിന്നെ എങ്ങനെ മാച്ച് ചെയ്യും? टाइम बाकी है. ഈ പാർട്ടി അറേഞ്ച് ചെയ്തതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം കാണും. കെയർഫുൾ ആയിരിക്കണം. സാറേ, ഡൽഹി സെക്രട്ടറി വിനോദ് ഇപ്പോഴാണ് വന്ന് പറഞ്ഞത്. സെമി ഫൈനൽസിൽ വന്ന 4 ടീമുകൾക്ക് നാളെ മുകേഷ് റത്തോർ സ്റ്റാർ ഹോട്ടലിൽ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കേട്ടാ മതി. ചേട്ടാ, എനിക്കിത് ഓക്കെയാണോ? ഇതെങ്ങനെയുണ്ട്? ഇത് മതിയോ? ഏയ്, നമ്മളെന്താ ഉത്സവത്തിനാ പോകുന്നേ? നമ്മൾ പോകുന്ന താജ് ഹോട്ടലിലാ. ഇതുപോലുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് പോയാലേ നമ്മുടെ മാനം പോവും. പിന്നെ ആ ഡ്രസ് തന്നെ ഇടുന്നേ, വേറെ ഡ്രസ് എടുത്തിട്ട്. അങ്ങനെയാണെങ്കിൽ പുതിയൊരെണ്ണം വാങ്ങി. ആ ശരി ശരി. പിന്നെ പുതിയതിട്ടോണ്ട് പോയത്. നമ്മുടെ കയ്യിൽ എത്ര ബാലൻസ് കാണും ഇപ്പോ? ഒരു 19,000 ഉണ്ടാവും.
ശരിയാണ് സാർ. ആ സ്പോർട്സ് കൗൺസിൽ മീറ്റിംഗിൽ സാർ എൻ്റെ പേര് സൂചിപ്പിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. വിനോദിൽ മാനേജ്. ഓ സാർ, പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ടീം വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. डेफिनेटली वी विल विन. अरे कहाँ थे आप लोग? इतना लेट आए हो? अब फंक्शन तो खत्म हो गया है. आपने बोला 12 o'clock फंक्शन है. अरे यार, फंक्शन तो 11 to 11:30 था. अब खत्म हो गया है. आप लोग तो खाने आए हो है ना? चलो चलो, देख रहे हो, चलो खाना खा लो. എന്തോ അയാൾ പറഞ്ഞിട്ട് പോയേ? നമ്മൾ ലേറ്റായി വന്നതെന്ന്. ഏതായാലും വന്നതല്ലേ, കഴിച്ചിട്ട് പോകാൻ പറയുക. അവൻ മനഃപൂർവ്വം നമ്മളോട് ലേറ്റായിട്ട് വരാൻ പറഞ്ഞതാ. വാ, നമുക്ക് തിരിച്ചു പോവാം. എല്ലാവരും വാ, നമുക്ക് പോവാം. നിക്ക്, ഏതായാലും വന്നുപോയില്ലേ, ഇവർ ജ്യൂസ് എങ്കിലും കഴിച്ചിട്ട് പോട്ടെ. ജ്യൂസ് മാത്രമേ ഉള്ളൂ സാറേ, വിശക്കുന്നു. നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. മാനം കളയിലടിക്കും തീറ്റി പണ്ടാര. ഇപ്പൊ ആഹാരമാണോ മുഖ്യം നിനക്ക്? ഇപ്പൊ ആഹാരമാണ് മുഖ്യം. ആഹാരമാണ് മുഖ്യം. Hello, Mr. Mugundanand. Good to see you. How are you? I am good, sir. വിനോദ് പറഞ്ഞു നിങ്ങളാണ് തമിഴ്നാട് കോച്ചെന്ന്. ഐ എം സോ ഹാപ്പി. ഗുഡ്. അറിയാം സർ, വിവരം കിട്ടിക്കാണോന്ന്. നിങ്ങൾ ഇനി കഴിച്ചില്ലല്ലേ? പ്ലീസ് ഹാവ് ലഞ്ച്, പ്ലീസ്. ഓൾ ഓഫ് യു പ്ലീസ് ഗോ. Excuse me. I am Chandrasekharan, founder of this Kennedy Club from Morton Chatram, a small town from the south part of Tamil Nadu. Can I have a few minutes with you? Of course, sir. I'm all yours. ഒരു സാധാരണ പ്ലെയറിൽ നിന്ന് യു ബിക്കം ലൈക്ക് ദിസ് പൊസിഷൻ? ഓഫ് കോഴ്സ്. എത്രയോ ഹഡിൽസ് കണ്ടിട്ടുണ്ട്, എത്രയോ സ്ട്രഗിൾസ് ആൻഡ് പെയിൻസ്. ഇതെല്ലാം കടന്നല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. In which point you get corrupted? Sure, sir. I will answer this question, but I want to ask you another question. ഏത് പോസ്റ്റിംഗിലാണ് കറപ്ഷൻ ഇല്ലാത്തത്? So please enlighten me, sir. I would like to know. പാർട്ടി ഫംഗ്ഷന് വേണ്ടി വലിയ ഹോട്ടലിൽ പോകുമ്പോൾ ചെറിയ കാറിൽ പോകാൻ പാടില്ല, സർ. അവിടെ നമുക്ക് ട്രീറ്റ്മെന്റ്, റെസ്പോൺസ് സെക്കൻഡറി ആയേ കിട്ടൂ. നല്ല കോട്ടും സ്യൂട്ടും ഇല്ലെങ്കിൽ ഫംഗ്ഷനിലോ പാർട്ടിയിലോ പോകാൻ പാടില്ല. ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും, കോൺഫിഡൻസ് പോകും. നിങ്ങൾക്ക് വട്ട. ഈ വന്നിരിക്കുന്ന കുട്ടികളൊക്കെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാ, എന്നാ ബെസ്റ്റ് പ്ലേയേഴ്സാ. അവരോട് കാശ് ചോദിച്ചത് ഞാൻ പറയുമ്പോ നീ എന്തോ കാറ്, കോട്ടും സൂട്ട്, ചപ്പ് ചവറൊക്കെ വേണോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. Are you mad? मुकेश जी, 1 मिनट. मैं अभी आता हूं. അറിയാതെ തെറ്റ് ചെയ്യുന്നവനോട് ഒരു പക്ഷെ പറഞ്ഞാൽ കേട്ടെന്നിരിക്കും. ഇവൻ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുന്നവനാ. എന്തിനാ സാറിന്റെ എനർജി വേസ്റ്റ് ചെയ്യുന്നത്? സാറ് കഴിക്കും. अखिल भारतीय श्रीमती इंदिरा गांधी मेमोरियल रोलिंग ट्रॉफी के लिए ഇന്ന് നിങ്ങൾ ആരും എടുത്തു ചാടി പോയിന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡിഫൻസ് കളിച്ചാൽ മതി. 3rd റൈഡ് മാത്രം ട്രൈ ചെയ്യുക. ഇഞ്ചുറി ഒന്നും ഉണ്ടാവാതെ കെയർഫുൾ ആയിട്ട് കളിക്കണം. ഓക്കെ? ശരി ശരി, എല്ലാവരും വാംപ് ചെയ്യേ. വാ, പോയിട്ട് വരാം. പിള്ളേരെ അവിടെ നിൽക്കുക. നിങ്ങൾ വെയിറ്റ്. മുകുന്ദാനന്ദ് വളരെ നല്ലവനാ. ആർക്കും ഒരു ദോഷവും വരുത്തില്ല അവൻ. അതുകൊണ്ട് അവനോട് എനിക്ക് സ്നേഹവും മര്യാദയൊക്കെ ഉണ്ട്. അവൻ്റെ ഇൻഎക്സ്പീരിയൻസ് കൊണ്ട് ഇന്നലെ കളിക്കുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ വരുമോ എന്ന് വിചാരിച്ചു. ബട്ട് നോട്ട് ലൈക്ക് ദാറ്റ്. അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇന്ന് സെമിയിൽ നമ്മുടെ ടീം തോൽക്കാനായിട്ട് അവൻ സമ്മതിച്ചിരിക്കുന്നു. എന്താ സർ? മുകേഷ് റാത്തോർ. സാറേ ഒന്നവിടെ നിന്നേ. സാറേ ഒന്നവിടെ നിന്നേ. സാറേ ക്യാൻറ്റീനിലെ നോർത്ത് ഇന്ത്യൻ റെഫറീസ് എല്ലാം കൂടി എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? ഈ വയസ്സായവരൊക്കെ ന്യായവും ധർമ്മവും പറഞ്ഞ് പ്രാക്ടിക്കാലിറ്റി മനസ്സിലാക്കുന്നില്ല.
എനിവേസ് നൗ കമ്മിങ് ടു ദ പോയിന്റ്. മുകുന്ദാനന്ദ, വരുന്ന കോമൺവെൽത്തിൽ നിന്റെ ടീമിലെ 2 പേർക്ക് ഇന്ത്യൻ ടീമിൽ അവസരം കൊടുക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. സതേൺ റെയിൽവേയിൽ 2 പേർക്ക് ജോലി വാങ്ങിത്തരും. ഓക്കെ, നിന്നെ കോമൺവെൽത്തിലെ ഇന്ത്യൻ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചാക്കാം. ഞാൻ എന്താണ് സർ ചെയ്യേണ്ടത്? ഈ സെമിയിൽ നിങ്ങൾ തോൽക്കണം, അത്രേ വേണ്ടൂ. ഇപ്പോ നമുക്ക് വേണ്ടി കബഡി കളിക്കാൻ വന്നതല്ല. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ കബഡി കളിക്കണം. ഇതിനു മുൻപ് നടന്ന 2 മാച്ചിലും നിങ്ങൾ അവൻ പറഞ്ഞതനുസരിച്ചാണ് കളിച്ചതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അടുത്ത 2 മാച്ചിലും ഞാൻ പറയുന്നത് പോലെ കളിക്കണം. ഓക്കെ? आज सेमीफाइनल मैचेस होने वाली हैं तमिलनाडु और हरियाणा के बीच में. मैदान में दोनों टीम रेडी है. हरियाणा टीम पहले रेड कर रही है और उन्होंने पहला पॉइंट जीत लिया अपनी टीम के लिए. कैनेडी क्लब की टीम अब अपने रेड करते हुए बहुत अच्छा पॉइंट जीतने की कोशिश कर रही है और इन्होंने ये पॉइंट जीत लिया है. बहुत अच्छी रेड कर रही है तमिलनाडु की टीम और ये पॉइंट जीत लिया है. दोनों टीमें बोनस +1 तमिलनाडु. भरा मैच है ये और ये पॉइंट हो गया है. तमिलनाडु की टीम रेड कर रही है और पॉइंट जीतने की कोशिश कर रही है. नहीं हो सका. दिल्ली की टीम अब रेड कर रही है. बहुत अच्छी रेड है इनकी और उसको पूरी तरह खेल दिया तमिलनाडु प्लेयर ने और ये पॉइंट. बहुत अच्छी रेड कर रहे हैं तमिलनाडु के प्लेयर और वो 2 पॉइंट से आगे नहीं है. तमिलनाडु की टीम बढ़त बनाए हुए दिल्ली की रेड है और ये तमिलनाडु के प्लेयर क्या तमिलनाडु के प्लेयर बढ़त बना के रख पाएंगे? और ये पॉइंट मिल गया तमिलनाडु की टीम को. और ये पकड़ी गई. तमिलनाडु के खिलाड़ी बहुत अच्छा गेम खेल रहे हैं. क्या तमिलनाडु रेडर पकड़ पाएंगे? नहीं. तमिलनाडु के प्लेयर पॉइंट हो चुके हैं. हाफ टाइम साइड चेंज. വീണ്ടും പറയുന്നു, ഒഫൻസ് കളിക്കരുത്. ध्यान से खेलो, हमारे पॉइंट्स बहुत कम है. फाइनल मैच में उनकी किसी भी प्लेयर में इतनी ताकत भी नहीं होनी चाहिए कि वो ग्राउंड में खड़े भी हो सके. Put weight on the player, Suresh. Do you understand? Yeah, fine. Second half के होने वाला है. क्या हरियाणा टीम वापस डिफेंस मात्र करके हरियाणा के खिलाड़ी मैदान में रेड करते हुए, मगर तमिलनाडु की कैप्टन अभी रेड पे आ रही है. उन्हें लगातार बढ़त बना रही है और ये पकड़ी गई. और हरियाणा के प्लेयर ऑफेंसिव खेल रहे हैं. तमिलनाडु के प्लेयर को चोट लगी है कंधे पे. हरियाणा के प्लेयर को फर्स्ट बॉल दिया उसने. കരികാലം കഴിയാമോ ഈ നോവുകളെല്ലാം ഇനിയൊളിയായി മാറാമോ വേദനയില്ല വിജയമതൊന്നും നേടാനാകാമോ കല്ലും മുള്ളും ഏറ്റിടാതെ മലകൾ താണ്ടാമോ കയ്യെത്തും ദൂരം മകളെ നിന്നേട്ടം കാലം നറുമധുരം നൽകും നിൻ വാഴ്വിൽ പാഴാക്കാതവസരമൊന്നും നിൻ കയ്യിൽ പോരാടി നീ നേട് സമ്മാനം നീ നേട് വേദനയിൽ നീറും കരികാലം കഴിയാമോ ഈ നോവുകളെല്ലാം ഇനി ഒളിയായി മാറാമോ വേദനയില്ല വിജയമതൊന്നും നേടാനാകാമോ കല്ലും മുള്ളും ഏറ്റിടാതെ മലകൾ താണ്ടാമോ കയ്യെത്തും ദൂരം മകളെ നിന്നേട്ടം കാലം നറുമധുരം നൽകും നിൻ വാഴ്വിൽ പാഴാക്കാതവസരമൊന്നും നിൻ കയ്യിൽ പോരാടി
പതുക്കെ പതുക്കെ. പെയിനിപ്പോ കുറവുണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഹലോ, ആ പറയട്ടാ. ആ ശരി, ആ പറയാം. മുകുന്ദാനന്ദ, മിനിസ്റ്റർ വരാൻ പോകുന്നെന്ന്. പിള്ളേരെല്ലാം ഗ്രൗണ്ടിലേക്ക് വിളിക്കുന്നു. ആ ശരി, എല്ലാവരും എഴുന്നേറ്റ് വാ, പോവാം. എന്താ പ്രശ്നം നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് ഡിഫൻസ് കളിക്കുന്ന അലറി വിളിച്ച് പറഞ്ഞതല്ലേ? ആ ടീം ഇങ്ങനെ ചെയ്യുമെന്ന് കരുതി തന്നെയാണ് ഡിഫൻസ് കളിക്കാൻ പറഞ്ഞത്. അതെന്താ നിങ്ങളുടെ മരമണ്ടം തലയിൽ കയറാത്തത്? ഞാൻ പറഞ്ഞതുപോലെ കളിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഇഞ്ചുറി ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ കോച്ച് പറഞ്ഞ പോലെ കളിച്ചിരുന്നെങ്കിൽ തോറ്റു പോകുമായിരുന്നു. തോറ്റു പോകുന്നു? ഞങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ ഇന്ത്യൻ ടീമിന്റെ കോച്ചാവാൻ ആഗ്രഹിച്ച് മുകേഷ് റാത്തോറിനോട് ഡീൽ സംസാരിച്ചതെല്ലാം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു. അതെ, അന്ന് എന്താ സംഭവിച്ചെന്നറിയോ? ഞാൻ എന്താ സർ ചെയ്യേണ്ടത്? ഈ സെമിയിൽ നിങ്ങൾ തോൽക്കണം, അത്രേ വേണ്ടൂ. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഫൈനൽ മാച്ചിൽ നിനക്ക് ഗ്രൗണ്ടിൽ ഇരിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ പ്രോമിസ്. മനസ്സിലായില്ലേ? എൻ്റെ ടീമാണ് ലാസ്റ്റ് 4 ഇയേഴ്സായി വിന്നിംഗ് ടീം. റെയിൽവേ ടീമാണ് ഫൈനൽ വരുന്നത്. ഒരു റെയിൽവേ പ്ലെയർ റെയിൽവേ ടീമിനെതിരായി കോച്ചായി വരാൻ പാടില്ലെന്ന നിയമം പോലും നിനക്കറിയില്ലേ? അപ്പൊ എങ്ങനെയാണ് മുകുന്ദാനന്ദ നിനക്ക് ഫൈനലിൽ കോച്ചായിട്ട് വരാൻ പറ്റുന്നത്? എൻ്റെ ജോലി രാജിവെച്ചാ കളിക്കാമല്ലോ അല്ലേ? എന്താ നോക്കുന്നേ? ഞാൻ വന്നത് നിനക്ക് വേണ്ടിയാടാ. ഇനിയും നീ കോമൺവെൽത്തിൽ കാശ് വാങ്ങിയിട്ടായിരിക്കും പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. കഴിവുള്ളവർക്ക് ഇവിടെ അവസരം കിട്ടില്ല. വീണ്ടും ഇന്ത്യ തോറ്റു തന്നെ പോവും. ഇന്ത്യ ജയിക്കണമെങ്കിൽ, എൻ്റെ ജോലി കളയണമെങ്കിൽ അതും കളയും ഞാൻ. കളിക്കളത്തിൽ കാണാം. ഐ മീൻ വി വിൽ മീറ്റ് ഇൻ ദ ഗ്രൗണ്ട്. ഓക്കെ? सॉरी कोच. फाइनल मैच है तमिलनाडु और ईस्टर्न रेलवे के बीच में. सभी खिलाड़ियों को तैयार होकर जल्दी ग्राउंड में आने के लिए कहा जाता है. പറഞ്ഞ മോനെ, വൃന്ദയ്ക്ക് അച്ഛനോട് സംസാരിക്കണമെന്ന്. അച്ഛൻ ഞങ്ങൾ ഫൈനൽ മാച്ച് കളിക്കാൻ പോവാ. ഞങ്ങളൊന്ന് ബ്ലസ് ചെയ്യച്ചാ. മോളെ, ഒറ്റയ്ക്ക് ജനിക്കാതെ ഇരട്ടകളായി പിറന്ന് നിങ്ങൾ ജനിച്ചപ്പോഴേ എല്ലാവർക്കും സന്തോഷം തന്നു. ഇപ്പൊ ഈ അച്ഛനൊരു കാര്യം പറയാം, ഇത് മനസ്സിൽ വെച്ചോണം മോളെ. പിള്ളേരുടെ ആഗ്രഹത്തിന് അവരുടെ ഇഷ്ടപ്രകാരം കബഡി കളിക്കാൻ വിട്ട് അവരുടെ ജീവിതം നശിപ്പിച്ചു എന്ന ബന്ധുക്കളെല്ലാം ഇപ്പൊ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചത് നേടി. ഈ അച്ഛൻ നിങ്ങളെ വളർത്തിയ രീതി ശരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകണം. മനസ്സിലായോ? ശരി അച്ഛാ. ജയിച്ചു വാ. നോക്കി കളിക്കണം, കൈയും കാലും ഓടിക്കരുത് കേട്ടോ. വലിയ വീരവാദം പറഞ്ഞിട്ട് പോയല്ലേ, ജയിച്ചിട്ടേ വരാവൂ. മനസ്സിലായോ? ശരി അച്ഛാ. ഓരോ പ്രാവശ്യം സെലക്ഷൻ നടക്കുമ്പോൾ നോർത്ത് ഇന്ത്യൻസിനാണ് കൂടുതൽ സാധ്യത. നമുക്ക് ഈ പ്രാവശ്യം മീഡിയയുടെ മുമ്പിൽ വലിയ വെല്ലുവിളിയാണ്. നമ്മൾ ഈ പ്രാവശ്യം തമിഴ്നാടിനോട് തോറ്റാൽ മീഡിയയിൽ നമ്മുടെ മുഖം കാണിക്കാനേ പറ്റില്ല. ഓർമ്മയിരിക്കട്ടെ. സർ, എന്താ സാറേ പറയുന്നേ? അതൊരു ടീമേ അല്ല. അവരെന്തിനാണ് ഫൈനലിൽ വന്നതെന്ന് ആലോചിച്ച് നാണിച്ച് തോക്കാൻ പോവാ. ഷോ ഇറ്റ് ഇൻ യുവർ ആക്ഷൻസ്. ഓക്കെ സർ. ഓക്കെ. ശരി അച്ഛാ. ദാ കോച്ച്. ശരിക്കും നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഗ്രേറ്റാ. നിങ്ങളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാ. ഒരു പെൺകുട്ടി ട്രൗസർ ഇട്ട് കളിക്കാൻ വേണ്ടി ഇറങ്ങിയ ഏത് വീട്ടുകാരും അത് അംഗീകരിക്കുക? നിങ്ങൾ ഫേസ് ചെയ്ത കഷ്ടപ്പാടും അപമാനത്തെക്കാളും നിങ്ങളുടെ പാരൻസ് ഫേസ് ചെയ്ത അപമാനമാണ് വലുത്. ശരിക്കും അവർ തന്നെയാണ് ഗ്രേറ്റ്. നിങ്ങൾ കബഡി കളിക്കാൻ പോകുന്നെന്ന് കേട്ടപ്പോൾ ആരും നിങ്ങൾ സമ്പാദിക്കുമെന്നോ വലിയ ആളാവെന്ന് കരുതിയിട്ടല്ല പറഞ്ഞയച്ചത്. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് പറഞ്ഞയച്ചത്. നിങ്ങൾക്കായി മാത്രമല്ല, നിങ്ങളുടെ പാരൻസിന് വേണ്ടി നിങ്ങൾ ജയിച്ചേ മതിയാവൂ. നിങ്ങൾക്കറിയോ, ഓരോരോ സ്പോർട്സ്മാനും ദേഹവേദനയേക്കാൾ മനോവേദനയാണ് കൂടുതൽ മുഖ്യം. നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിനുള്ളിലും നമ്മളെ ജയിക്കുന്ന ചിന്ത മാത്രമേ ഉണ്ടാകാവൂ. മനസ്സിലായോ? എന്നാ ചെല്ല്. പെൺകുട്ടികളുടെ 25ാമത് അഖിലേന്ത്യാ ഇന്ദിരാഗാന്ധി കബഡി മത്സരത്തിന്റെ ഫൈനൽ മത്സരം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. മത്സരം കാണാൻ വൻ ജനാവലി ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. പ്രശസ്ത
പ്രമുഖരായ പലരും ഈ മത്സരം കാണാൻ ടൈം എത്തിയിട്ടുണ്ട്. മാത്രം കറക്റ്റ് ആയിട്ട് നോക്കണം. ശരി, ഞാൻ നോക്കാം. നിങ്ങൾ രണ്ടുപേരും ടീഷർട്ട് മാറ്റിയിട്ടല്ലോ അല്ലേ? ഓപ്പോസിറ്റ് ടീം നിങ്ങളുടെ ജേഴ്സിയുടെ നമ്പർ മാത്രമേ നോട്ട് ചെയ്യൂ. ഇവരിട്ടിരിക്കുന്ന ജേഴ്സിയുടെ നമ്പർ അനുസരിച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വാ വാ. अब मैदान में दोनों तरफ के खिलाड़ी अपना बल का परिचय देने के लिए उत्सुक हैं। അവസാന മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത് ആരാണ്? കാത്തിരുന്ന് കാണാം. ഈ മത്സരം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട സ്പോർട്സ് മന്ത്രി യശ്വന്ത് സിംഗ് റാത്തോർ എത്തിയിരിക്കുകയാണ്. എല്ലാവരും കരഘോഷത്തോടെ അദ്ദേഹത്തെ വരവേൽക്കുകയാണ്. ഇപ്പോൾ ടോസിന് സമയമായി. ടോസിൻ ബൈ തമിഴ്നാട്. ടേക്ക് ഇറ്റ് ഗോ. अब भारत की कबड्डी टीम के कोच श्री मुकेश राठौर जी मिनिस्टर साहब का दोनों टीम से परिचय करवा रहे हैं। हेलो हेलो हाय, ऑल द बेस्ट सर. कन्नड़ी क्लब तमिलनाडु. कन्नड़ी क्लब तमिलनाडु. थैंक यू. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. മുകുന്ദാനന്ദ്, എല്ലാവരും കരഘോഷത്തോടെ അവരെ കെന്നഡി ക്ലബ് കോച്ച്. ഇപ്പോൾ നടക്കാൻ പോകുന്ന ആവേശകരമായ ഈ മത്സരത്തിൽ ആര് ജയിക്കും? എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ല. ഇവരെ വെച്ച് എങ്ങനെയാ ഫൈനൽസ് ജയിക്കാൻ പോകുന്നത്? എന്നോട് പ്രതികാരം തീർക്കാൻ വന്നതല്ലേ? മുകുന്ദാനന്ദ്, ഓൾ ദി ബെസ്റ്റ്. എന്താണ് അവൻ പറഞ്ഞത്? ഓൾ ദി ബെസ്റ്റ്. നമ്മൾ തോക്കുമെന്ന് പറയാം. ഗുഡ് ലക്ക്. ഇതാ നമ്മൾ കാത്തിരുന്ന ഫൈനൽ മത്സരത്തിന്റെ ഫസ്റ്റ് റൈഡ്. ആദ്യം ഈസ്റ്റേൺ റെയിൽവേയുടെ ക്യാപ്റ്റൻ ഇതാ കളത്തിലിറങ്ങിയിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? നോക്കിയേക്ക്. ഈസ്റ്റേൺ റെയിൽവേക്ക് ക്യാപ്റ്റൻ ആദ്യ പോയിന്റ് സമ്മാനിച്ചിരിക്കുകയാണ്. 1-0 ഈസ്റ്റേൺ റെയിൽവേ ലീഡ് ചെയ്യുന്നു. തമിഴ്നാട് ടീമിന്റെ 4 നമ്പർ താരം ഫസ്റ്റ് റൈഡിനായി ഇറങ്ങിയിരിക്കുകയാണ്. ഇല്ല, ഒന്നും സംഭവിച്ചില്ല. ഈസ്റ്റേൺ റെയിൽവേയുടെ 4 നമ്പർ താരം തമിഴ്നാട് സൈഡിലേക്ക് റൈഡിനായി ഇറങ്ങിയിരിക്കുകയാണ്. തമിഴ്നാടിന്റെ മറ്റൊരു ഉജ്ജ്വല താരം ഇതാ അടുത്ത റൈഡിനായി ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കുക? തമിഴ്നാടിന്റെ പോയിന്റ് കിട്ടുമോ എന്ന് നമുക്ക് കാണാം. ഇല്ല, വളരെ അത്ഭുതകരമായി തമിഴ്നാടിന്റെ പ്ലെയറിനെ അവർ ഈസ്റ്റേൺ റെയിൽവേയുടെ ക്യാപ്റ്റൻ വീണ്ടും ഇതാ ആവേശത്തോടെ അത്യുജ്വലമായി ഇതാ ഈസ്റ്റേൺ റെയിൽവേക്ക് ഒരു പോയിന്റ് കൂടി നേടിക്കൊടുത്തിരിക്കുന്നു. ഈസ്റ്റേൺ റെയിൽവേക്കെതിരെ തമിഴ്നാടിന് ഇപ്പോഴെങ്കിലും ഒരു പോയിന്റ് ലഭിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഗംഭീരമായി ഇതാ ഈസ്റ്റേൺ റെയിൽവേ വീണ്ടും മുന്നേറുന്നു. ഇങ്ങനെ പോയാൽ സൂപ്പർ ടൈക്കിൾ. ഇപ്പോൾ ഈസ്റ്റേൺ റെയിൽവേയുടെ കരുത്തയായ ഈ പ്ലെയറിനെ കീഴ്പ്പെടുത്തിയാൽ തമിഴ്നാടിന്റെ 2 റൈഡേഴ്സ് ഇന്നാവും. ഇല്ല, അത് സംഭവിച്ചില്ല. തമിഴ്നാട് വീണ്ടും പൊരുതാൻ ശ്രമിക്കുകയാണ്. പോയിന്റ് നിലയിൽ വളരെ പിന്നിലാണ് അവർ. വീണ്ടും ഒരു സൂപ്പർ ടാക്കിൾ. തമിഴ്നാടിന് വേണ്ടി 3 നമ്പർ താരം കളത്തിലിറങ്ങിയിരിക്കുന്നു. വീണ്ടും ഒരു സൂപ്പർ ടാക്കിൾ. ഇത്തവണയും ഈസ്റ്റേൺ റെയിൽവേ കപ്പ് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. തമിഴ്നാടിന്റെ കോർട്ടിൽ ഈസ്റ്റേൺ റെയിൽവേ എംറ്റി റൈഡ്. ആദ്യ പോയിന്റ് നേടിക്കൊടുത്ത തമിഴ്നാട് പ്ലെയർ കോർട്ടിൽ. വീണ്ടും ഒരു പോയിന്റ് കൂടി തമിഴ്നാടിന്. ഇതാ വീണ്ടും ഒരു സൂപ്പർ ടാക്കിൾ. ഈസ്റ്റേൺ റെയിൽവേയുടെ 3rd റൈഡ്. ആദ്യമായി 2 പോയിന്റുകൾ നേടിക്കൊടുത്ത തമിഴ്നാട് പ്ലെയർ ഇതാ ഈസ്റ്റേൺ റെയിൽവേയുടെ കോർട്ടിൽ. കളത്തിൽ 4 പ്ലേയേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് സൂപ്പർ ടാക്കിൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഇതാ ഈസ്റ്റേൺ റെയിൽവേ ഒരു പോയിന്റ് കൂടി നേടിയിരിക്കുകയാണ്. ഞാൻ എന്താ പറഞ്ഞത്? എന്ത് കളിയാ കളിക്കുന്നേ? നോക്ക്, നമ്മൾ ഫിസിക്കലി വീക്ക് ആയിരിക്കും. പോയിന്റുകളുമായി ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്. റൈറ്റിൽ പോയി പോയിന്റ് എടുക്കണമെന്ന് മാത്രം വിചാരിച്ചിരിക്കരുത്. ഡിഫൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ചെല വൺ സൈഡ് ആയിട്ട് ജയിക്കണം. എന്തു പറ്റി സാർ? നെഞ്ചിനൊരു വേദന. മരുന്ന് കഴിച്ചില്ലേ സാർ? കഴിക്കാൻ മറന്നുപോയി. നീ ഒരു കാര്യം ചെയ്യും, റൂമിൽ മരുന്നിരിപ്പുണ്ട്, എടുത്തോണ്ട് വാ. ശരി സാർ. കുമാരേട്ടാ, നീ വന്നേ. എന്തിനാണ് അവരൊക്കെ അയക്കുന്നത്? നീ പോയി എടുത്തോണ്ട് വാ വേഗം. ഞാൻ പോയി എടുത്തിട്ട് ഓടാ. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ആര് വിജയിക്കുമെന്ന്.
ഇപ്പോൾ വളരെ പരിങ്ങലിലാണ്. എങ്കിലും നമുക്ക് പ്രവചിക്കാനാവില്ല ആര് വിജയിക്കുമെന്ന്. കളി എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. ഐ എം സോറി. നീ ഇവിടെ ഉണ്ടാകരുതെന്ന് കരുതിയ കള്ളം പറഞ്ഞ് നിന്നെ ഞാൻ പുറത്തേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോഴെനിക്ക് പ്രഷർ ഇല്ല. ഇപ്പോ എനിക്ക് പ്രഷർ ഉണ്ടായിരിക്കുന്നു. ഇന്ത്യൻ ടീമിൽ നീ കോച്ചാകാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു മുഖത്ത. ഇപ്പോഴാ ഞാൻ അറിഞ്ഞത് വീണ പറഞ്ഞു നീ ജോലി കളഞ്ഞു എന്ന്. ഐ ഡോണ്ട് നോ. ഇനി 5 മിനിറ്റേ ഉള്ളൂ. 10 റൈഡ് വെച്ച് 20 പോയിന്റ് കിട്ടി നിൽക്കുക. എങ്ങനെയാണെങ്കിലും 2 പോയിന്റ്സ് ലീഡിങ്ങില് അവർ തീർച്ചയായും ജയിക്കും. ഇല്ല, ജയിക്കാം സർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചേഞ്ച്. ഹേമ കോച്ച് വേണ്ട. മോനിഷ വാ. എടാ മോനിഷനെ വിളിക്കുന്നു. നന്നായിട്ട് കളിക്കോളൂ. കോച്ച് മോനിഷയോ? മോനിഷയെ കൊണ്ട് പറ്റും. നിങ്ങളെല്ലാവരും ടയേർഡാണ്. മോനിഷയ്ക്ക് മാത്രമേ എനർജി ഉള്ളൂ. ഇവളെങ്ങനെ കളിക്കുമെന്ന് ആർക്കും അറിയില്ല. അതാണ് നമ്മുടെ ബലം. ഇനിയും 5 മിനിറ്റ് ഉണ്ട്. മോനിഷ, ഒരു റൈഡിന് 30 സെക്കൻഡ്. നീ 10 സെക്കൻഡിനുള്ളിൽ തൊട്ടിട്ട് വന്നാൽ നമുക്ക് 15 റൈഡ് കിട്ടും. പിന്നെ ഒരു കാര്യം, എല്ലാവരും ബാക്ക്ലൈൻ നോക്കി കളിക്കണം. അകത്തേക്ക് ആര് കയറി വന്നാലും 10 സെക്കൻഡിനുള്ളിൽ വലിച്ച് താഴെ ഇടണം. 2 പോയിന്റ് പോയാലും സാരമില്ല. 15 ഡിഫൻസ് കിട്ടും. ആരെയും കയറ്റി വിടരുത്. അടിച്ച് താഴെ ഇടണം. 100% നമ്മൾ തന്നെ ജയിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? യെസ് ഓർ നോ? ഇവിടെയുള്ള എല്ലാവർക്കും ഇത് വെറും കളിയാണ്. നമുക്ക് ജീവിതമാണ്. നമ്മൾ ജയിക്കും. പോയി കളിക്കും. കളി ആരംഭിക്കുന്നു. തമിഴ്നാടിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പുതിയ ഇതാ ഒരു പോയിന്റ് നേടിയിരിക്കുകയാണ് തമിഴ്നാട്. സൂപ്പർ. ഈസ്റ്റേൺ റെയിൽവേ ഇതാ വീണ്ടും തമിഴ്നാട്. ഇപ്പോൾ ഈസ്റ്റേൺ റെയിൽവേയുടെ റൈഡ് തമിഴ്നാടിനെ അഭിമാനിക്കാം. തമിഴ്നാടിന്റെ റൈഡ് തമിഴ്നാട് 2 പോയിന്റ്. സമനിലയിൽ 21-21. ഈസ്റ്റേൺ റെയിൽവേയുടെ താരം തമിഴ്നാട് കോർട്ടിൽ 6ാമത്തെ അവസാനത്തിൽ പോയിന്റ് നേടാൻ കഴിഞ്ഞില്ല. വീണ്ടും തമിഴ്നാടിന്റെ റൈഡ്. എല്ലാവരും ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. വിജയമാർക്ക് എന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ഈസ്റ്റേൺ റെയിൽവേയുടെ ക്യാപ്റ്റനാണ് ഇപ്പോൾ കളത്തിൽ. ഈസ്റ്റേൺ റെയിൽവേക്ക് 1 പോയിന്റ് കൂടി. തമിഴ്നാടിനായി തമിഴ്നാടിന്റെ അഭിമാന പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാ സാധിക്കുന്നില്ല. 3 പോയിന്റ് തമിഴ്നാട്. 24-24. ആവേശം ഇപ്പോൾ ചോർന്നു പോയിരിക്കുകയാണ്. ഇതാ തോൽവിയുടെ വക്കിലെത്തിയ തമിഴ്നാടിന്റെ പ്രതീക്ഷിക്കാത്ത മുന്നേറ്റം ഈസ്റ്റേൺ റെയിൽവേയുടേത്. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം. ഉദ്വേഗജനകമായ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. വീണ്ടും ഒരു പോയിന്റ് ഇതാ ഈസ്റ്റേൺ റെയിൽവേക്ക്. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ച് കളിക്കണം. അവരാ ലൈനിൽ പുറത്തു വന്നാൽ നമുക്ക് ബോണസ് പോയിന്റ്. 29. ഈസ്റ്റേൺ റെയിൽവേയുടെ റൈഡാണ്. തമിഴ്നാടിന്റെ കളത്തിൽ വെറും 2 പേർ മാത്രം. സൂപ്പർ ടാക്കിൾ റൈഡ്. ആവേശ പോരാട്ടമാണ്. ജേഴ്സി നമ്പർ 1 ഈസ്റ്റേൺ റെയിൽവേക്ക് 1 പോയിന്റ് കൂടി നേടിക്കൊണ്ടിരിക്കുന്നു. കളി അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ജയമാർക്കായിരിക്കും തമിഴ്നാടിനോ ഈസ്റ്റേൺ റെയിൽവേക്കോ? തമിഴ്നാടിന്റെ അവസാന പോരാളി. വിജയം മാത്രമാണ് അവരുടെ ലക്ഷ്യം.
ജേഴ്സി നമ്പർ 4 ഈ പ്ലെയറിനെ കീഴ്പ്പെടുത്താനായാൽ 1+2 എന്ന 3 പോയിന്റ് ഈസ്റ്റേൺ റെയിൽവേക്ക് ലഭിക്കും. കളിയുടെ വിധി തീരുമാനിക്കുന്ന അവസാന നിമിഷങ്ങൾ. 4 തവണ ചാമ്പ്യന്മാരായ ഈസ്റ്റേൺ റെയിൽവേ ജയിക്കുമോ അതോ ആദ്യമായി ഫൈനലിലെത്തിയ തമിഴ്നാട് വിജയിക്കുമോ? എന്തും സംഭവിക്കാം. പ്രവചനാതീതമായ നിമിഷങ്ങൾ. ചിലപ്പോൾ ഇത് ഈ കളിയുടെ അവസാന റൈഡ് ആയിരിക്കാം. ഒരു സൂപ്പർ ടാക്കിൾ റൈഡ്. ഒരേ ഒരു പോയിന്റ് ദൂരത്തിൽ വിജയം മുന്നിൽ നിൽക്കുന്നു. തമിഴ്നാട് ഒട്ടും തയ്യാറല്ല. വിജയം ആർക്കായിരിക്കും? വേഗം വാ. തമിഴ്നാട് വിജയിച്ചിരിക്കുന്നു. ഒരു പോയിന്റ് വ്യത്യാസത്തിൽ തമിഴ്നാട് ഈസ്റ്റേൺ റെയിൽവേയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഒരേ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ ഈസ്റ്റേൺ റെയിൽവേ 32 എന്ന പോയിന്റിൽ തമിഴ്നാട് അത്യുജ്വലമായി വിജയിച്ചിരിക്കുകയാണ്. അഭിമാനിക്കാം ഈ വിജയത്തിൽ തമിഴ്നാടിന്. Well done. Congrats. Nice. Congrats. Well played. आप बहुत अच्छा खेली थी. Congrats. मैं अपने आप में खो गया था. Well played. Congrats. Thank you, sir. Congratulations, sir. Thank you, sir. Can I have few minutes Tell to me. talk to you? Sir is busy with the meeting actually. You can talk No, to me. no, sir, please. I am ex-serviceman. You have to. Sir, sir, please. Sir, കബഡി ഇന്ത്യയുടെ പാരമ്പര്യമായ കളിയാണ്. ലാസ്റ്റ് 25 ഇയേഴ്സ് ആയിട്ട് ഇന്റർനാഷണൽ ലെവലില് നമ്മളാണ് ചാമ്പ്യന്മാർ. ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, വേൾഡ് കപ്പ് എല്ലാത്തിലും. ബട്ട് ലാസ്റ്റ് ഇയർ ഏഷ്യൻ ഗെയിംസില് we fail. Why? You should know the reason, sir. All because of this kind of corrupted man. He is one of the corrupted man. Sir, this man is actually talked wrong. Actually, क्या हुआ कि फाइनल से हमारा Hey, टीम stop, man. इंजर्ड हो गए ഇവൻ പറയുന്നത് കള്ളമാണ്, sir. हार गए. Sir, ऐसा नहीं. പണം വാങ്ങിച്ചിട്ട് ഓരോരുത്തരെയും സെലക്ട് ചെയ്താ ഇന്ത്യ തോറ്റു തന്നെ പോവും, സാർ. വിദ്യ, ഇനി വന്നേ. കുറച്ച് സമയത്തിന് മുൻപ് ബെസ്റ്റ് പ്ലെയർ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രശംസിച്ചില്ലേ? ഇന്ത്യൻ ടീം സെലക്ഷനില് ഫസ്റ്റ് ഇവളായിരുന്നു വന്നത്. ഇവളെ സെലക്ട് ചെയ്യാൻ 30 ലക്ഷം ചോദിച്ചേ ഈ മുകേഷ്. അത് ചോദ്യം ചെയ്യാൻ പോയ ഇവനെയും ഇവളെയും പ്ലെയർ ലിസ്റ്റിൽ നിന്നും വെട്ടിക്കളഞ്ഞു. ഇറ്റ്സ് എ ഫാക്ട്. ഞങ്ങളൊക്കെ പാവങ്ങളാണ് സാർ, ദാരിദ്ര്യത്തിൽ കഴിയുന്നവര്. വി വാണ്ട് ടു സേവ് ദ നേഷൻസ് റെസ്പെക്ട്. ഇവൻ ചോദിച്ച പണം കൊടുക്കാൻ സാധിക്കാത്തത് കാരണം ഇവളെ പോലെ നല്ല കഴിവുള്ള പ്ലേയേഴ്സ് എത്ര പേര് പുറത്തുണ്ടെന്നറിയാവോ? ഇവൻ ചെയ്തത് കറപ്ഷൻ അല്ല സാർ, ദേശദ്രോഹം. ഇവനെ പോലുള്ള ദുഷ്ടന്മാര് ഇനി ഒരു 10 വർഷം കൂടി ഇരുന്നാൽ
നമ്മുടെ പാരമ്പര്യമായ കബഡി ഈ മണ്ണിൽ നിന്ന് കാണാതെ പോവും സാർ. താങ്കളോട് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുക, ഇവനെ പോലുള്ളവർ ആ പോസ്റ്റ് ചെയ്ത് മാറ്റാവോ? നമ്മുടെ പാരമ്പര്യമായ കബഡിയെ സംരക്ഷിക്കുക. सर, आप मुकेश राठौर पर क्या एक्शन लेने वाले हैं? यस, अगर हम इस जुर्म को साबित कर सके तो मुकेश पे जरूर एक्शन लेंगे. കഴിഞ്ഞ വർഷം നടന്ന ഏഷ്യൻ കബഡി മത്സരത്തിൽ ഇന്ത്യൻ കോച്ച് മുകേഷ് റാത്തോർ അഴിമതി നടത്തിയതായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ ആ സ്ഥാനത്തിൽ നിന്നും നീക്കം ചെയ്യുവാൻ സുപ്രീം കോടതി സ്പോർട്സ് കൗൺസിലിനോട് ഉത്തരവിട്ടിരിക്കുന്നു. ഇതിനെ തുടർന്ന് പുതിയ പരിശീലകനായി കേരളത്തിൽ നിന്നുള്ള ജോസഫ് ആന്റണിയെ നിയമിച്ചിരിക്കുന്നു. ഇദ്ദേഹം 2012 അർജുന അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ്. ഈ ക്ലബിൽ നിന്ന് 7 പേർക്ക് ജോലി കിട്ടി. റെയിൽവേയിൽ നിന്ന് എന്നെ കോച്ചിൻ്റെ പോസ്റ്റിലേക്ക് വിളിച്ചു. കളിക്കാൻ അവസരം ലഭിച്ച കഴിവുള്ള കളിക്കാരെ പരിശീലിപ്പിക്കുന്നതിനേക്കാളും ദരിദ്രരായ കബഡി കളിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. മുകുന്ദാനന്ദ്, ഫസ്റ്റ് റൗണ്ടിൽ നീ ജയിച്ചിരിക്കുക. വീണ്ടും നിന്റെ ലൈഫിൽ ഞാൻ വരും. സെക്കൻഡ് റൗണ്ടിൽ നിന്റെ പ്ലേയേഴ്സിനെ വെച്ച് ഞാൻ ജയിച്ച് കാണിച്ചു തരാടാ. ദിസ് ഈസ് മൈ ചാലഞ്ച്. സന്തോഷം. വീണ്ടും കളിക്കളത്തിൽ കാണാം. വേട്ടയാടി പിടിക്കും കളിയിൽ വീരന്മാരുടെ പോക്കളം ഇത്. മലർത്തിയടിച്ചു കുതിച്ചിടും ഇവൾ, തീർത്തറികിട വീരനിൻ മകൾ. ആണടക്കണം പെണ്ണടങ്ങണം എഴുതി വച്ചവനാര്, ആണിനൊത്തിടും പെൺബലം കട്ടി ജയിച്ചിടും ഇവളാര്. കാൽ പതറിടുമാളടിച്ചിടും പൽ കൊഴിച്ചിടും ചൊല്ലിവിട്, കാലുറപ്പിച്ച് കൈ പെരുപ്പിച്ച് നീ വീരാട്ടമാടുകാട്. വീരമുള്ളവർ കളിച്ചിടും കളി, ശ്വാസമടക്കി കളിച്ചിടും കളി. വേണ്ട പുലിയെ പിടിച്ചിടും കളി, പോരിനിറങ്ങും കബഡിക്കൂട്ടമായി. എതിരെ നിപ്പവൻ വീട്ടിൽ കയറി അടച്ചു വന്നവനാര്, ചുറ്റിലും അവർ വളഞ്ഞിടിപ്പോലും പഴുതി വന്നു നീ ചേര്. നീ കൊടികുത്തി വാ, പടവെട്ടി തീ പോയി പോലെയായി മാറ്. വാ നിരയായി പോയി ജയിച്ചിട് നിൻ പടവീരൻ നിന്ന് കാട്ട്.